പതിപോലെ പ്രൈലൈൻ്റെ രാത്രി പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2025 മാർച്ച് മാസം 19-ാം തീയതി ഈ ദിവസമാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടി വന്നത്. 19-ാം തീയതി എന്നുള്ളത് 20-ാം തീയതിയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ഇതുവരെയുള്ള സമയം ദൈവത്തിൻ്റെ കരുണ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 2 മണിക്കൂർ സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ, ദൈവം തന്ന വിടുതലുകളെ കേട്ട് നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യം പ്രസ്താവിച്ച എല്ലാ സാക്ഷ്യ കാര്യങ്ങൾക്കായി, വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ പതിപോലെ എല്ലാ മാസത്തിലും ദൈവനെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ കൂടിയൊരവിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത വലുതാണ്. ദൈവന ചിന്തയ്ക്കായി സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം. നിരവധി ചോദ്യങ്ങൾ ഈ സഭാപ്രസംഗ പുസ്തകത്തിൽ മുഴുവൻ ചോദ്യങ്ങളാണ്. തൻ്റെ നല്ലൊരു സ്കോളറായിരിക്കുന്ന, ഒരു ഫിലോസഫറായിരിക്കുന്ന, ജീവിതത്തെ നന്നായി പഠിച്ച ശലോമോൻ മനുഷ്യജീവിതത്തിൻ്റെ ആകത്തുകയെ പല വിധത്തിൽ അവൻ കണക്ക് കൂട്ടിയെടുത്തിട്ട് പല സന്ദർഭങ്ങളിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് മനുഷ്യന് ലാഭമുള്ളത്, എന്തെങ്കിലും ലാഭമുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നതിനെക്കുറിച്ച് അവിടെ കാണുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് താൻ ജനിച്ചതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിച്ച് അവനൊന്നുമില്ലാത്തവനായി ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നു എന്നൊക്കെയുള്ള ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ പഴയ നിയമത്തിലെ ഈ ചോദ്യം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള താൻ ജീവിതത്തെ പഠിച്ചതിൽ നിന്ന് എടുത്തുദ്ധരിച്ച ചോദ്യമാണ്. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം. ലാഭം കണക്കാക്കണമെങ്കിൽ അതൊരു ഇക്വേഷനാണ്. നമ്മളൊക്കെ ഒരുപാട് സമവാക്യങ്ങൾ പഠിച്ചവരാണ്. വരവിൽ നിന്ന് ചെലവ് കുറയ്ക്കുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ നഷ്ടമായിരിക്കും. ഇൻകത്തേക്കാൾ എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. ഇൻകം കൂടുകയും ചെലവ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ലാഭമാണ്. അത് ഇക്വേഷനാണ്. അപ്പോൾ അങ്ങനെ ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും സമവാക്യത്തിലൂടെ നമ്മൾ ലാഭവും നഷ്ടവും കണക്കാക്കാറുണ്ട്. ബാങ്കിലെ ലാഭനഷ്ടം, ഫാക്ടറികളുടെ ലാഭനഷ്ടം, അതുപോലെ പല കാര്യങ്ങളും ഫിനാൻഷ്യലായിട്ടുള്ള പല കാര്യങ്ങളുടെയും ലാഭ നഷ്ടമാണോ എന്ന് എല്ലാ വർഷവും കണക്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് മാർച്ച് മാസം 31 ആകുമ്പോഴത്തേക്ക് കണക്കെടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ തീരുമാനിക്കുന്നത് ഈ വർഷം ഓടിയ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന്. ഇൻകവും എക്സ്പെൻഡിച്ചറോടെ അവർ തുല്യതയാണെങ്കിൽ അത് നഷ്ടവും ലാഭവും ഇല്ലാത്തതാണെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, അത് എപ്പോഴും ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഏത് കാര്യവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ലാഭമാണ്, പ്രോഫിറ്റാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രോഫിറ്റ് ഇല്ലാതെ കാര്യം കൊണ്ടു നടന്നാൽ അത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് വലിയ ഭാരമായി തീരും. അതുകൊണ്ടാണ് പലതും ക്ലോസ് ഡൗൺ ചെയ്യുന്നു, നിർത്തിക്കളയുന്നു. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഈ സഭാപ്രസംഗം ചോദിക്കുക, പ്രയത്നിച്ചിട്ട് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ഫലം, ലാഭം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നോക്കിയത് താൻ കഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന്, ഒരു മനുഷ്യൻ പ്രയത്നിക്കുന്നതിന് തക്കതായിട്ടുള്ള ഒരു ലാഭം അവന് കാണുവാൻ കഴിയുന്നത്. അവൻ ചോദിക്കുക എന്ത് ലാഭം അല്ലേ. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഈ ലോകത്തിൽ ജനിച്ചു വീണ് അന്നും അതിനുശേഷമായി ഒരു അറിവും പ്രായമൊക്കെ ഉണ്ടായി ജോലി ചെയ്യാനുള്ള സമയം തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ പ്രയത്നിക്കാൻ തുടങ്ങിയ അവൻ പ്രയത്നിക്കുന്നത് ഈ ലോകത്തിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ശരിയായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം ഇവിടെ നിട്ടിട്ട് പോകുന്ന ഒരവസ്ഥ വരും. കൈയെല്ലാം കൂട്ടിക്കെട്ടി ഒന്നുമില്ലാത്തവനായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ അത് പുതപ്പിച്ചാൽ പുതപ്പിച്ച് മറ്റാരെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് ലാഭമാണ്. എന്നാൽ പഴയ നിയമത്തിന്റെ ചോദ്യം അതായത് ചോദ്യമായി നിൽക്കുന്നെങ്കിൽ മനുഷ്യജീവിതം നഷ്ടമല്ല ലാഭമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചൊരു സമവാക്യമാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 സമവാക്യങ്ങളെ ഇന്ന് വെളിപ്പെടുത്തുവാനാണ് ഞാൻ കർത്താവ് താല്പര്യപ്പെടുന്നത്. 2 സമവാക്യങ്ങളെ വെളിപ്പെടുത്തുവാനാണ്. നമ്മളാദ്യം കണ്ടു അത് നഷ്ടമാണ് അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ പഴയ നിയമത്തിൽ ചോദ്യമായിട്ടിട്ടിരിക്കുക. നമ്മളും ഒരു കാലത്ത്
നമ്മുടെ ജീവിതം നഷ്ടമാണോ അല്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന് വിചാരിച്ചവരായിരുന്നു അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ച പല വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മളും പലതും വിചാരിച്ച് നഷ്ടമാണെന്ന് വിചാരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം ചികിത്സിച്ചത് ഫലപ്രദമായില്ല, അത് നെഗറ്റീവായി പോയി, നമ്മൾ വിചാരിക്കും ഇത്രയും രൂപ മുടക്കി അത് നഷ്ടമാണ്. പക്ഷേ പ്രിയപ്പെട്ടവര്, അതൊക്കെ താൽക്കാലികമാണ്. അതിലൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മുടെ സാമ്പത്തികം മുടക്കിയത് കൊണ്ട് അതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു തെങ്ങ് കുഴിച്ചു വെച്ചിട്ട് ഒരുപക്ഷെ അത് കേടായി പോയത് കൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിന്റെ പ്രയത്നം നിർത്തണ്ട. അത് അങ്ങനെയായിരുന്നെങ്കിൽ ലോകം ചലിക്കത്തില്ലായിരുന്നു, നിശ്ചലമായി പോയാൽ. എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ, ലാഭവും നഷ്ടമൊക്കെ നോക്കിയാൽ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ലോകം ചലിക്കത്തില്ലായിരുന്നു, അത് നിന്നുപോയാൽ. എന്നാൽ പിന്നെയും ഒരു പ്രതീക്ഷയുണ്ട്. ഫലം കിട്ടുമെന്നുള്ള, ലാഭമായി തീരുമെന്നുള്ള പ്രതീക്ഷയാണ് മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ നിരാശയുണ്ടായി അവൻ പല ചോദ്യങ്ങളും ചോദിച്ച് പുറകോട്ട് വലിയുന്നത്. എന്നാൽ എന്നെയും നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് ഭൗതികമായ ചില ചോദ്യങ്ങളുടെ മുമ്പിൽ ചോദിക്കാനല്ല. കർത്താവ് ഈ ലോകത്തോട് മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ചോദിച്ചു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? കഥാവിടെ 3 വാക്കുകളാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സർവ്വലോകവും നേടിയിട്ടും നേടുക. രണ്ടാമത്തത്, നഷ്ടമാക്കുക, മറുവില. ഈ 3 കാര്യങ്ങളാണ് കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്ന് വാക്കുകൾ. ഒന്ന്, നേടുന്നത് എന്ന് പറഞ്ഞാൽ ഗെയിൻ, നമ്മൾ സമ്പാദിക്കുന്നത്. 2, നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ചെലവായി പോകുന്നത് അല്ലെങ്കിൽ നഷ്ടമായി തീരുന്നത്. 3, ഈ കഥ പറഞ്ഞു അത് പ്രയോജനമില്ലാത്തതാണ്. എന്നിട്ട് പറഞ്ഞു ഇത് ലാഭകരമാക്കുവാൻ ഒരു എക്സ്ചേഞ്ച് ആവശ്യമാണ് എന്ന് കർത്താവ് പറഞ്ഞു. മറുവില എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്നല്ല അർത്ഥം, എക്സ്ചേഞ്ച്. അപ്പോൾ മനുഷ്യന്റെ, നമുക്കറിയാവുന്ന വിഷയം, നമ്മൾ സാധാരണ പരസ്യങ്ങളിലൊക്കെ എടുത്ത് പ്രസംഗിക്കുന്ന വിഷയമാണിത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ പോയപ്പോൾ എടുത്ത ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അതൊന്ന് വിശദമായിട്ട് സംസാരിക്കണമെന്ന് ദൈവം ഓർപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയം ഞാൻ സംസാരിക്കുന്നത്. പൊതുവെ നമ്മൾ ഈ വിഷയം എടുത്ത് നമ്മൾ ട്രാക്ട് അടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പരസ്യത്തിലൊക്കെ വളരെ പ്രസക്തമായി ഈ ചോദ്യം ചോദിക്കും: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഇതാ പറഞ്ഞിരിക്കുന്നത്: ഭൗതികം മൈനസ് ആത്മീകം ഈക്വൽ ടു നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഭൗതികം മൈനസ് ആത്മീകം ഈക്വൽ ടു നിത്യതയിലെ നഷ്ടമാണ്. എന്നാൽ ലാഭമാക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞു, നിന്റെ ജീവിതം നീ ലോകത്തിലെല്ലാം നേടി എന്ന് പറഞ്ഞാൽ, സർവ്വലോകം നേടുക എന്നതിൻ്റെ അർത്ഥം ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിക്കുക എന്നതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യന് മുമ്പ് സഭാപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ ജീവിച്ചെന്നിട്ട് എല്ലാം നേടാവുന്ന എല്ലാം നേടി. ഭാര്യ, ഭർത്താവ്, മക്കള്, കുഞ്ഞുങ്ങളെ, ജോലി, സമ്പത്ത്, കെട്ടിടങ്ങള്, ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടതെല്ലാം സമൃദ്ധിയോടെ നേടുന്നതിനെയാണ് സർവ്വലോകം നേടുക. അതിൻ്റെ അർത്ഥം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൻ നേടി. പക്ഷേ നേടിയിട്ടും ഇവന് ആത്മീകമായിട്ട് ഇവനൊന്നും നേടിയില്ല. ദൈവം പറഞ്ഞു, എൻ്റെ ജീവിതം പോയി. കാരണം നിത്യതയിലേക്ക് നോക്കുമ്പോൾ നീ നേടിയ ഭൗതികം മുഴുവനും ഇവിടം കൊണ്ട് ഈ മണ്ണിൽ തീരാനുള്ളതാണ്. ഞാനിങ്ങനെ വിചാരിച്ചു, ഈ സ്വർണത്തിൻ്റെയൊക്കെ വില, വെള്ളിയുടെയൊക്കെ വില വളരെ റോക്കറ്റ് പോലെ മുന്നോട്ട് പോകുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, മനുഷ്യനെ സൃഷ്ടിച്ച് പൊടി കൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ ആകെ വില തൂക്കിയെടുത്ത് നോക്കി കഴിഞ്ഞാൽ 10 രൂപ താഴെയുള്ളതാണ്. ഇവൻ ആലോചിച്ച് നോക്ക്, പൊട്ടാസ്യവും ഏതാണ്ട് ഉള്ളത് എല്ലാവരും നോക്കിയാൽ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും കണക്കൂട്ടി പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ 10 രൂപ താഴെയുള്ള മൂലകങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പൊടിയായി തീർന്നു കഴിഞ്ഞാൽ അവന് വിലയില്ല. ഞാൻ വിചാരിച്ചു, ഇവന്റെ ശരീരത്തിന് അസ്ഥിക്കകത്തെങ്ങാനും സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒരൊറ്റ അസ്ഥി പോലും കിട്ടത്തില്ലായിരുന്നു, മുഴുവൻ ഉരുക്കിയെടുത്തേനെ അല്ലേ? ദൈവം എന്നമേ കണ്ടു. അതുകൊണ്ടാ ഈ വിലപിടിപ്പുള്ളതൊന്നും കൊണ്ടും
മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാതിരുന്നത്. എന്നാൽ ലൂസിഫറിനെ സൃഷ്ടിച്ചപ്പോൾ നവരത്നങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെന്നാണ് പറയുന്നല്ലേ. അവന് മരണമില്ല, അവൻ ഇരുളായി മാറിപ്പോയി. മനുഷ്യ ദൈവം സൃഷ്ടിച്ച പൊടി കൊണ്ട് സൃഷ്ടിക്കാൻ കാരണം പൊടി കൊണ്ട് ചേരണം. ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനകരമായിരിക്കുന്ന, ഇന്നിപ്പം നമ്മുടെ ഓർഗൻസിനൊക്കെ വിലയുണ്ട്. അത് മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡൊക്കെയാന്ന് പറഞ്ഞ് വലിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയോജനം എന്ന് കണ്ടുകൊണ്ടാണ് മണ്ണിൽ കൊണ്ട് തള്ളുന്നത്, മണ്ണിന് വളമാറ്റിയിരുന്നത്. ദൈവം നേരത്തെ അത് കണ്ടതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്വർണ്ണവും കൊണ്ടൊന്നും നമ്മുടെ അസ്ഥിക്കൊന്നും പണിയാച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അസ്ഥി പോലും വെറുതെ വിടത്തില്ലായിരുന്നു. എല്ലാം മനുഷ്യനിധി അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കിയേനെ. അപ്പോൾ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ പൊടി കൊണ്ട് സൃഷ്ടിച്ച് പൊടിയോട് ചേർന്ന ഒരു അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ചത്. കാരണം ഇത് മനുഷ്യൻ വീണ്ടും പിന്നെ ഉരുക്കിയെടുത്ത് ഒന്നുമായിരുന്നു തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി എത്ര പരിജ്ഞാനത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ ഈ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്വസ്ഥത മരിച്ചു കഴിഞ്ഞാൽ പോലും വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പൊ അത് ദൈവം മുന്നമേ കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഇത് പറയാ, അപ്പൊ എന്ത് ലാഭം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ദൈവം ചോദിക്കുക, ഭൗതികത്തിന് വേണ്ടിയാണ് നിൽക്കുന്നെങ്കിൽ ജീവിതം നഷ്ടമാണ് എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു. നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രോഫിറ്റ് ആണോ? നിയമത്തിൽ കഥാവ് ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു, പഴയ നിയമം മുതൽ ഈ ചോദ്യം നിലനിൽക്കുന്നതാണ്. എന്നാൽ ഉത്തരം കൂടി യേശു പറഞ്ഞു, നഷ്ടമായിരിക്കുന്ന ജീവിതത്തെ ലാഭമാക്കുവാൻ ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയാണ്. ദൈവം പറഞ്ഞു, എന്ത് മറുവില കൊടുക്കുമെന്ന് ചോദിച്ചു. ചോദ്യം അവിടെ നിൽക്കുകയാണ്, എന്താണ് മറുവില എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ സർവ്വതും നേടി, എല്ലാ അധികാരവുമുണ്ട്, എല്ലാ പദവിയുമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു ബലൂണിന്റെ കാറ്റ് പോകുന്നത് പോലെ അവന്റെ കാറ്റ് പോയി കഴിയുമ്പോൾ എല്ലാം തീർന്നു. ഇവിടുത്തെ സ്ഥാന ബഹുമാന പദവികൾ അലങ്കരിച്ചതെല്ലാം തീർന്നു. വേണമെങ്കിൽ വലിയ രാജകീയമായിരിക്കുന്ന ഒരു ഫ്യൂണറൽ നടക്കുമായിരിക്കും, അതോടുകൂടി എല്ലാം തീർന്നു. പിന്നീട് വേണമെങ്കിൽ ഓർമ്മ ദിവസമോ അല്ലെങ്കിൽ അതിനുള്ള മെമ്മറി ഡേയ്സോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഫലകങ്ങളോ മറ്റുള്ള അവരുടെ പ്രതിമകളൊക്കെ സ്ഥാപിക്കപ്പെടുമായിരിക്കും. വേണമെങ്കിൽ വീടിനോ നാടിനോ റോഡിനോ ഒക്കെ പേരിടുമായിരിക്കും. എന്നാൽ ഇതുകൊണ്ടൊന്നും ഈ മരിച്ചുപോയവന് ഗുണമില്ല. അവൻ ജീവിച്ച് മരിച്ചുപോയ നഷ്ടത്തിലാണെന്ന് ദൈവം പറഞ്ഞത്. സർവ്വലോകം നേടി എല്ലാം കിട്ടിയാലും അവസാനം ദൈവം പറഞ്ഞു, നീ ആത്മീയമായി നേടിയില്ലെങ്കിൽ അത് നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നഷ്ടത്തെ ലാഭമാക്കണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് നടത്തണം, ഒരു മറുവില വേണം. മറുവില എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ലാഭമായി തീരുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസമുഖമായതുകൊണ്ട് നമുക്കറിയാം എന്താണ് ഈ മറുവില എന്നറിയാം. എന്താണ് മറുവില എന്നറിയാം. കാരണം പഴയ നിയമത്തിൽ അത് മറഞ്ഞിരുന്നതാണ്, അത് മറയപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ശലോമോനൊക്കെ ചോദിക്കുന്നത്, എന്ത് ലാഭമെന്ന് ചോദ്യം ചോദിക്കുന്നത്. ഈ ആൻസർ അവർക്ക് അറിയിട്ടില്ലായിരുന്നു. അവർക്ക് ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കണ്ടെത്താതെ നഷ്ടമാണ് മായയാണ് എന്ന് പറഞ്ഞ് അവർ പോരുമ്പോൾ, കാഴ്ചപ്പാട് കിട്ടിയ ദൈവമക്കൾക്ക്, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ അവർക്ക് കാഴ്ചപ്പാട് കിട്ടുമ്പോൾ ലാഭത്തെക്കുറിച്ചൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അവർ ഭൗതികതയെ നോക്കാതെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്ന് മുമ്പോട്ട് പോയി. എന്നാൽ ഇസ്ഹാക്കിന്റെ 2 മക്കളിൽ ഒരുവനാണ് യാക്കോബ്, മറ്റൊരുവൻ ഏശാവ്. ഏശാവ് നോക്കിയപ്പോൾ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം, നാളെ മരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് താൻ ദേശാവകാശം നോക്കിയില്ല, തൻ്റെ അനുഗ്രഹവും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, എല്ലാം നഷ്ടപ്പെടുത്തി കളയട്ടെ താൻ നോക്കിയപ്പോൾ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. നാളെ ഇതിന് മുമ്പ് മരിച്ചവർ, പ്രാർത്ഥിച്ചവർ, ആരാധിച്ചവർ ഒക്കെ മരിച്ചു പോയല്ലോ, ഞാനും ഒരു ദിവസം മരിക്കണം. അതുകൊണ്ട് എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്? വേട്ടയാടി സുഖമായി ജീവിച്ച് ഇപ്പോൾ ഇവിടുന്ന് പ്രധാനമായിട്ട് ആത്മീയം എന്ന് പറയുന്ന കാഴ്ചപ്പാടൊന്നും വേണ്ട, ഭൗതികത മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ഏശാവ് നഷ്ടമാക്കി അവൻ കളഞ്ഞു. എന്നാൽ അവൻ നഷ്ടമാക്കിയതിനെ ലാഭമാക്കി വാങ്ങിക്കാൻ വേണ്ടി യാക്കോബ് നോക്കിയിരുന്നു. അവനത് വാങ്ങിച്ചെടുപ്പാൻ ഇടയാത്ത. ഞാൻ പറഞ്ഞത്, കാഴ്ചപ്പാടുണ്ടെങ്കിലേ ആത്മീയ കാര്യം നഷ്ടപ്പെടുത്താതിരിക്കുകയുള്ളൂ. കാഴ്ചപ്പാടില്ലെങ്കിൽ, ദർശനമില്ലെങ്കിൽ ആത്മീയത കാണത്തില്ല. ഭൗതികതയുടെ കാര്യങ്ങൾ ചിന്തിച്ച് നേടാമെന്ന് വിചാരിക്കും. ഈ ലോകത്തിന്റെ താൽക്കാലിക ആയുസ്സിൽ മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കും. അതുകൊണ്ട് കഥ പറഞ്ഞത്,
ക്രിസ്തു യേശുവിൽ നാം ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവാത്മാ പറയുന്നത്, നാം പ്രത്യാശ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നഷ്ടകഷ്ട ലാഭങ്ങളല്ല. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരുപക്ഷെ കൂടെ പഠിച്ചവരെ, നമ്മൾ മറ്റുള്ള കൂടെ ജനിച്ചവരെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരെ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളതായിരിക്കും അവന് ഭയങ്കര നേട്ടമായി പോയെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലവാരത്തിലായി, നല്ല നിലവാരത്തിലാണെങ്കിൽ പറയും നല്ല നേട്ടം, അത് വേണം, അത് ആവശ്യമാണ്, നമ്മൾ പറയും നേട്ടമാണ് പറയും. ഒന്നുമില്ല, അത് ചിലര് കോട്ടമാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവനൊന്നും നേടിയില്ല, അവനൊന്നും ഉണ്ടായില്ല. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും എനിക്കും നഷ്ടമാണല്ലോ എന്നൊക്കെ ചിന്തയൊക്കെ വരും. നമ്മുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ ജോലി ചെയ്തവരോ മറ്റുള്ളവരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ദൈവമക്കളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ ലാഭമൊന്നും കാണാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ പറയട്ടെ, അത് ഭൗതിക രീതിയുടെ തുലാശിൽ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയുടെ ആ അളവറ്റ വലിപ്പം എന്താണെന്ന് കാണാൻ കഴിയാതിരിക്കുന്നത്. എന്നാൽ ഇവിടെ കഥ പറഞ്ഞു എന്താണ് മറുവില എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മറുവിലയുടെ വില മനസ്സിലാക്കിയ പൗലോസ് മറ്റൊരു ഇക്വേഷൻ ഈ വചനത്തെ ആധാരമാക്കി ഫിലിപ്പിയ ലേഖനത്തിൽ കോറിയിട്ടു. അത് നമുക്കറിയാവുന്ന വചനമാണ്. അപ്പോൾ സർവ്വലോകവും നേടി, കർത്താവ് ചോദിച്ചു, സർവ്വലോകവും നേടിയിട്ട് ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അവൻ മറുവില കിട്ടാതെ അവൻ പോയതുകൊണ്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ലാതെ പോയതുകൊണ്ട് നഷ്ടമാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു എന്ന മറുവില കണ്ടെത്തിയ പൗലോസ് മറ്റൊരു ഇക്വേഷൻ ഫിലിപ്പിയ ലേഖനത്തിൽ കോറിയിട്ടത് പ്രകാരമാണ്. നമുക്കറിയാവുന്ന വചനമാണ്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അതിന്റെ 9-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ശക്തിയോടെ ഓടിക്കൊണ്ട് താൻ വിചാരിച്ചു അതാണ് ഏറ്റവും വലിയ നേട്ടം. ഒരു മനുഷ്യൻ പഴയ നിയമത്തിന്റെ മോശയിക പ്രമാണത്തിൽ അന്ന് നിലനിൽക്കുന്ന യഹൂദൻ വിചാരിച്ചു അതാണ് ഏറ്റവും വലിയ നേട്ടമെന്നാണ് വിചാരിച്ചത്. കാരണം ദൈവത്തിന്റെ ദൂതൻ മോശയുടെ കയ്യിൽ കൊടുത്ത പ്രമാണം, അത് പ്രാപിച്ചെടുത്ത ആ ജനത അല്ലെങ്കിൽ ദൈവം കൊടുത്ത ആഹാരം മരുഭൂമിയിൽ ഭക്ഷിച്ച് ദൈവം മരുഭൂമിയിൽ വെള്ളം തുറന്നു കൊടുത്ത് അത്ഭുതകരമായി ചെങ്കടലിനെ പിളർത്തി മരുഭൂമിയിലൂടെ നടത്തി അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് അവരുടെ കാല് വിങ്ങിപ്പോകാതെ ഒരു തലമുറയെ യോർദാനിൽ നിന്ന് യോർദാൻ വിഭാഗിച്ച് കനാൻ ദേശത്ത് കൊണ്ടുവന്ന ചരിത്രമറിയാവുന്ന പൗലൂസ് ആകുന്ന ശൗൽ വിചാരിച്ചത് ഇതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ നേട്ടമെന്നാണ് വിചാരിച്ചത്. അവൻ ഒരു യഹൂദനായിരിക്കുന്നതും അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ റോമൻ പൗരത്വവും കൂടിയായപ്പോൾ വിചാരിച്ചു മതപരമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് അവൻ സമ്പന്നനാണ്. അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള ഒരു പദവി, അന്നത്തെ രാജകീയ പൗരത്വമായിരുന്ന റോമൻ പൗരത്വമുണ്ടായിരുന്ന പൗലോസ് വിചാരിച്ചു താൻ നേടിയവനാണ്, ഇനി അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നും നേടുവാൻ ഇല്ല എന്ന് ഉള്ളിൽ വിചാരിച്ച ഒരു വ്യക്തിയായിരുന്നു ശൗല്. അവൻ വിചാരിച്ചു ഇനി എന്താ ഇതിനപ്പുറമായിട്ടുള്ളത്? ഇതിനപ്പുറമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് അതിന് മീതെയുള്ള ഒന്നും വേണ്ട, അതിനെയെല്ലാം തച്ചുടച്ച് കളയണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ശൗല് വിചാരിച്ചത്. ഈ യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്നുമില്ലാത്തവരാ. എനിക്ക് റോമൻ പൗരത്വമുണ്ട്, എനിക്ക് അതുപോലെ തന്നെ ആത്മീയമായിട്ട് നോക്കുമ്പോൾ മോശീയ പ്രമാണങ്ങൾ മുഴുവൻ ഞാൻ ഈ ഗമാലിയലിന്റെ കാൽക്കിൽ നിന്ന് പഠിച്ചവനാ. അത് അവൻ നോക്കിയപ്പോൾ അതിനേക്കാൾ മറ്റൊരു പ്രമാണമില്ല. അപ്പോൾ അവന്റെ ജീവിതത്തിലെ സമ്പന്നത അവൻ നോക്കി. അതുകൊണ്ട് പറയുന്നത് ലോകത്തിൽ അവന് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നുണ്ട്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ലോകത്തിൽ അവൻ ലാഭമുള്ളവനായിരുന്നു. കഥ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവൻ നോക്കിയപ്പോൾ അന്നത്തെ കാലത്തെ റോമൻ പൗരോഹിത്യം നേടി, അന്നത്തെ കാലത്ത് പ്രബലമായിരുന്ന യഹൂദ മതത്തിന്റെ ഒരു പരീക്ഷനായിരിക്കുന്നവനായിട്ടുള്ള ഒരു സ്ഥാനം ലഭിച്ചിരിക്കുന്ന ശൗൽ വിചാരിച്ചു ലോകപ്രകാരം അവനെല്ലാം നേടിയതെന്നാണ്. എന്നാൽ യേശു കാൽവരിയിൽ ചൊരിഞ്ഞ മറുവിലയാകുന്ന രക്തത്തിന്റെ വില അറിയാത്തവനായിരുന്നു അന്ന് ശൗല്. അതുകൊണ്ടാണ് അവൻ വിചാരിച്ചത് നഷ്ടമല്ല ലാഭമാണെന്ന്. കാരണം
അവിടെ ശലോമോൻ ചോദിച്ചത്, ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും അതിന്റെ പ്രയത്നഫലം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ച ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ അവൻ അറിയാമായിരുന്നു, അവൻ ദൈവമായി അടുപ്പമുള്ളവനാണ്, ദൈവത്തിന് പ്രമാണം കയ്യിലുള്ളവനാണ്. അതുകൊണ്ട് അവൻ ആത്മീയമായിട്ടുള്ള സമ്പന്നതയുണ്ടെന്നുള്ളൊരു ചിന്തയും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള അധികാരമുണ്ടെന്നുള്ള ചിന്തയും കൂടി വന്നപ്പോൾ അവൻ വിചാരിച്ചു അവനൊരു കുറവുമില്ലെന്ന്, എല്ലാം നേടിയവനാണെന്ന് അവൻ വിചാരിച്ചു മുൻപോട്ട് പോയപ്പോഴാണ് ദൈവം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ഇത് പ്രമാണമറിയാം. ആടുകളുടെയും കാളകളുടെയും മറ്റുമുള്ള രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പ് പ്രവൃത്തിക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ അത് നിനക്കറിയാം. പക്ഷേ അതുകൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ അകത്തുള്ള ജീവനെ എക്സ്ചേഞ്ച് ചെയ്യുവാൻ, മറുവിലയായി തീരുവാൻ വെള്ളി, പൊന്ന് മുതലായ വസ്തുക്കൾ കൊണ്ട് കഴിയത്തില്ല എന്നുള്ള മർമ്മം ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയാറ്റുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും തുലനം ചെയ്ത് നോക്കുന്നത് പലതുമായിട്ട്. സമ്പത്ത് വെച്ച് നിന്റെ അകത്തുള്ള ആത്മാവിനെ തുലനം ചെയ്യരുത്. നീ വിചാരിക്കരുത് അകത്തുള്ള ആത്മാവും പുറമേ നിനക്കുള്ള സമ്പത്തുമായിട്ടുള്ള ബന്ധം തുലനം ചെയ്ത് വിചാരിക്കരുത്, എല്ലാം ഉണ്ടെന്ന് വിചാരിക്കരുത്. അതല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ആധാരമായിരിക്കുന്നത്. അവന്റെ അകത്തുള്ള ആത്മാവ് അത് പാപമംഗലമാണെങ്കിൽ നീ എന്തെല്ലാം നേടിയാലും നിത്യതയിൽ പോകേണ്ടത്, നിത്യ നരകത്തിലേക്ക് പോകേണ്ടത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ എക്സ്ചേഞ്ച് ചെയ്യുവാൻ കഴിയുന്ന, അതിനെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തം മുഖാന്തരമുള്ള രൂപാന്തരം നടന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. അതാണ് ആവശ്യമായി. അതാ കഥ പറഞ്ഞത്, എന്ത് മറുവില കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ആ മറുവിലയുടെ അർത്ഥം, മറുവിലയുടെ വില മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും അവൻ നോക്കിയപ്പോൾ, അവൻ ആത്മീയത്തിൽ നോക്കിയപ്പോൾ യഹൂദൻ എന്ന ആ പ്രമാണമനുസരിച്ച് അവൻ ആത്മീയത്തിൽ മിടുക്കനാണ്. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും റോമൻ പൗരത്വം കൊണ്ടും അവന്റെ നേട്ടങ്ങളാണ് മുഴുവൻ ഉണ്ടായിരുന്നത്. അവൻ മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ നഷ്ടമാറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവൻ വിചാരിച്ചു എന്റെ ജീവിതം ലാഭമാണെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എല്ലാം നേട്ടമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രിയിൽ നമ്മളെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം കൈമാറുന്നത്. അപ്പോൾ അവിടെ അവൻ വിചാരിച്ചു കുറവൊന്നുമില്ല, നേട്ടം മാത്രമുള്ള ലാഭമാണ്, തന്റെ ജീവിതം എല്ലാ വിധത്തിലും ലാഭമാണ്. അതുകൊണ്ട് വായിക്കുന്നത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും അവൻ വിചാരിച്ചു. യേശു ക്രിസ്തുവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഈ ഓട്ടം ശരിയല്ല, ഇതുകൊണ്ട് പ്രയോജനമില്ല, അതൊന്ന് മാറണം. അതിനെ മാറ്റാൻ വേണ്ടി ദൈവനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവന്റെ ഇക്വേഷൻ ഒന്നും മാറ്റാട്ടിടയാത്തത്. ദൈവം എന്തെന്നറിയാമോ? അവൻ പറഞ്ഞ, ന്യായപ്രമാണത്തിന്റെ സ്വന്തം നീതിയല്ല നീ നേടേണ്ടത്. ദൈവമായ കർത്താവ് അവനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് എന്റെ ന്യായപ്രമാണത്തിന്റെ സ്വന്തം നീതിയിലാണ് ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത്. എന്റെ സമ്പാദ്യം അതായിരുന്നു. കാരണം ദൈവം തന്ന പ്രമാണമല്ലേ, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ശൗല് വിചാരിച്ചത് അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നുമില്ലെന്ന. എന്നാൽ 2000 വർഷം മുമ്പ് അവന്റെ ആ കാലഘട്ടത്തിൽ, ശൗല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, സമകാലിക സമയത്തോടുള്ള ബന്ധത്തിൽ കാൽവരിയിൽ ഊറ്റപ്പെട്ട രക്തമാകുന്ന മറുവിലയെക്കുറിച്ച് അവൻ അറിയത്തില്ലായിരുന്നു. അത് വെളിപ്പെടുത്തി, കർത്താവിനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ പറയാണ്, ഇപ്പോൾ അവൻ നേടിയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി. അപ്പോൾ ഇവിടെ അവന്റെ ഇക്വേഷന് മാറ്റം വന്നു. ഇവിടെ അവന് ലാഭമായിരുന്നൊക്കെ അവൻ ഛേദമെന്നെണ്ണി. അവൻ എണ്ണിക്കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നേടുന്നത് ക്രിസ്തുവിനെയാണ്. അതിനെ ഞാൻ നേടിയെന്നല്ല, എനിക്കത് നേടാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ അതിനെ പിൻപറ്റുകയാണെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആർക്കും നേട്ടം പൂർണ്ണമായിട്ടില്ല. നമ്മുടെ അവസാന ശ്വാസം പോകുന്നവരെയും യേശു ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവന്റെ പരിജ്ഞാനത്തെക്കുറിച്ച് അറിയേണ്ടതിന്, അവന്റെ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിന് നമുക്ക് ദിവസങ്ങളിൽ അവനെ നേടേണ്ടിയിരിക്കുന്ന പോലെ പറയുക, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല. അപ്പോൾ നേട്ടമെന്ന് പറഞ്ഞപ്പോൾ സർവ്വലോകവും നേടിയ, എല്ലാ വിധത്തിലും സമ്പന്നനായെന്ന് വിചാരിച്ച ആ ശൗലിന്റെ ജീവിതത്തിൽ ദൈവം മറുപടിയാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ പൗലോസ് തന്നെ രേഖപ്പെടുത്തി. 1 തിമോഥെയോസ് 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന പ്രമാണങ്ങൾ അനുസരിച്ചുള്ള എന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു, എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. അവൻ പറയുക 1 തിമോഥെയോസിന്റെ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ ഇപ്രകാരം രേഖപ്പെടുത്തി, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ.
അപ്പോൾ അവൻ പറയാൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുത്തൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മറുവില എന്താണെന്നുള്ളത് കർത്താവോട് വെളിപ്പെടുത്തിയില്ല. കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, ലോകത്തോട് പറഞ്ഞില്ല. എന്നാൽ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് വ്യക്തമായി പറഞ്ഞിരുന്നു, ഞാൻ അനേകർക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ, ഞാൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ഏൽക്കുവാനുമല്ല, അനേകർക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ വേണ്ടിയാണ് ലോകത്തിൽ വന്നിരിക്കുന്ന കർത്താവ് പറയാൻ ഇടയാത്തത്. അപ്പൊ ഈ മറുവില എന്താണെന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, അവന്റെ ആത്മാവിനെ മാറ്റുവാനായിട്ട് മറ്റൊന്നിനും കഴിയത്തില്ല. അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടണമെങ്കിൽ, അതൊന്ന് മാറ്റണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പറയാണ്, അവൻ മാത്രമാണ് ഏക മധ്യസ്ഥൻ. അവൻ മുഖാന്തരമല്ലാതെ മറ്റാർക്കും അതിന് പകരമായി മറുവിലയായി കൊടുക്കുവാൻ ഒന്നും കഴിയത്തില്ല. ഒരു അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു യേശു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്ര. അതാണ് മറുവിലയായി കണ്ടത്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് മനുഷ്യ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യന്റെ അകത്ത് പൊന്നോ വെള്ളിയോ രക്തങ്ങളോ കൊണ്ടൊന്നും ഉണ്ടാക്കാതെ ദൈവം എന്ത് ചെയ്തു? പൊടി കൊണ്ടുണ്ടാക്കിയിട്ട് ദൈവം അവനിൽ വിലയേറിയ ആത്മാവിനെ, ജീവനെ കൊടുത്തു, ദൈവത്തിന്റെ ശ്വാസം കൊടുത്തു, അവനെ വിലയുള്ളവനാക്കി മാറ്റി നിർത്തി. അവൻ ശോഭിതനായിരുന്നു. എന്നാൽ പൈശാചികന്റെ പ്രവൃത്തി മുഖാന്തരമായി മനുഷ്യൻ ശോഭ നഷ്ടപ്പെട്ടവനായി അവനെന്ത് ചെയ്തു? മനുഷ്യനായി മണ്ണിനോട് ചേരുന്നവനായി അവൻ ഏതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവായ പിതാവാം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മറുവിലയായി തീരുവാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുവാൻ വേണ്ടിയായിരുന്നു. ജീവിതത്തിന്റെ അവസാനം കണക്ക് കൂട്ടിയിട്ട് ശലോമോൻ പറഞ്ഞു, ഇതെല്ലാം വൃഥാപ്രയത്നമാണ്, പ്രയോജനമില്ല എന്ന് പറയുമ്പോൾ അനേകര് നോക്കിയിട്ടതെല്ലാം ഇവിടം കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് നേടി, ഇവിടം കൊണ്ട് തീർന്നു എന്ന് ചിന്തിച്ചു പോകുമ്പോൾ കഥ പറഞ്ഞു, ഇവിടം കൊണ്ട് തീരുവാനുള്ളതല്ല, ഇവിടുന്ന് തുടക്കമിടുകയാണ്, ലാഭമാക്കുവാൻ വേണ്ടിയുള്ള വഴിയും പറഞ്ഞു തരാം. അത് മറുപടിയായിരിക്കുന്ന എന്നെ നീ മനസ്സിലാക്കിയാൽ ജീവിതത്തിന് മാറ്റം വരും. അതിന് മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്ന് പറയാണ്. അപ്പോൾ അവന് മനസ്സിലായ അവരുടെ ജീവിതം ലാഭം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞു, അപ്പോൾ ജീവിതം തന്നെ ലാഭമാണോ നഷ്ടമാണോ എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ നേടിയ, യേശുവിനെ മനസ്സിലാക്കിയ, ക്രിസ്തു യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ച പൗലോസ് മറ്റൊരു ഇക്വേഷൻ പറയുകയാണ്, യേശുവിനെ നേടി ഞാൻ ലോകത്തെ നഷ്ടമാക്കി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മീകം മൈനസ് ലോകം ഈക്വൽ ടു നിത്യതയിലെ ജീവൻ, നിത്യജീവൻ, അതിന്റെ ഘനമേറിയ അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് സമവാക്യങ്ങൾ നമ്മൾ ഒരുപാട് സമവാക്യങ്ങൾ പഠിച്ചിട്ടുള്ളവർ അല്ലേ? മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഒരുപാട് ഇക്വേഷൻ പഠിച്ചു. അതൊക്കെ വിചാരിച്ചാണ് എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്, എനിക്കെന്തിനാ പ്രയോജനം വിചാരിക്കും. ഒരുപക്ഷെ എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെട്ട ആൾക്കാരുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെയും കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഒരുപക്ഷെ പലർക്കത് പ്രയോജനപ്പെടുത്തില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമുക്കത് മനസ്സിലാക്കിയതായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് ചിന്തിച്ചത് എന്തിനാണ് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചതാ, എന്താ ജീവിതത്തിന്റെ ലാഭമെന്ന് വിചാരിച്ചതാ. എന്നാൽ കൃപയാൽ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആത്മീയ കാഴ്ചപ്പാടുകൾ കണ്ണുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പാരമ്പര്യങ്ങളെല്ലാം താൽക്കാലികമാണെന്നും അതെല്ലാം ഇവിടെ കൊണ്ട് അസ്തമിക്കുന്ന, അതുകൊണ്ട് വീണ്ടെടുപ്പാൻ കഴിയത്തില്ലെന്നും, എന്നാൽ ക്രിസ്തു യേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് നടന്നു കഴിയുമ്പോൾ അത് ഏറ്റവും വിലയേറിയതാണെന്നും അതിന് തുലനം ചെയ്യുവാൻ മറ്റൊന്നുമില്ലെന്നും, അപ്പോൾ എൻ്റെ അകത്തുള്ള ജീവന് അതിനെ എക്സ്ചേഞ്ച് ചെയ്യുവാൻ, അതിന് മറുവിലയായി നൽകുവാൻ മറ്റ് ഭൗമികമായിരിക്കുന്ന ഒരു വസ്തുവും ഇല്ല എന്നത് ദൈവത്തിന്റെ പ്രമാണമാണ്. ദൈവത്തെ അറിയാൻ മനുഷ്യനിൽ ദൈവം വെച്ചിരിക്കുന്ന ആത്മാവ് വിലയേറിയതാണ്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ചത്ത് പോകുമ്പോൾ മണ്ണിനോട് ചേരുമ്പോൾ അവിടെ കൊണ്ട് തീരും. ഇവിടെ കാണുന്ന കാക്കയും കുയിലും പുലിയും മാനും കഴുതയും മറ്റെല്ലാം ഇവിടം കൊണ്ട് അതിനെ അസ്തമിച്ചു പോകുമ്പോൾ അതിന് വീണ്ടും വരേണ്ട ആവശ്യമില്ലെന്നാൽ ദൈവം മനുഷ്യനെ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യൻ നിത്യജീവൻ ഉള്ളതുകൊണ്ട് അവന്റെ അകത്തുള്ള ആത്മാവും വിലയുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അതിനെ വീണ്ടെടുപ്പാൻ വേണ്ടി മറ്റൊന്നിനും കഴിയത്തില്ല, ജീവൻ കൊണ്ട് ജീവന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ
ലോകത്തിൽ വന്ന് മറുവിലയേറ്റുന്നത്. രാത്രി സന്തോഷമുള്ളതായിരിക്കണം. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മറുവില ദൈവത്തിന്റെ ക്രിസ്തു യേശുവിൻ ജീവന്റെ രക്തത്തിന്റെ വിലയായതുകൊണ്ട് നാം വിലയേറിയൊരു മാന്യരുമാണ്. യേശു ക്രിസ്തു മുഖാന്തരമുള്ള മാന്യത അനുഭവിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി പറയണം, ഞങ്ങൾ നഷ്ടത്തിലല്ല, ഞങ്ങൾ ലാഭത്തിലാണ്. കാരണം ക്രിസ്തു യേശുവിന്റെ ആ പുണ്യാക രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചതുകൊണ്ട്, എന്റെ പാപം നീങ്ങിയതുകൊണ്ട് ഇന്ന് രാത്രി പറയാൻ സാധിക്കണം, ഭാരം വഹിച്ചിരുന്ന എന്നെ കർത്താവിന്റെ പാപഭാരത്തിൽ നിന്ന് നീക്കുവാൻ അവന്റെ കുഞ്ഞാട് രക്തമിൽ വ്യാപരിച്ചതുകൊണ്ട് എന്റെ പാപഭാരം മാറിയ ചുമട് നീങ്ങി. എന്റെ അകത്തുള്ള ആ ജീവൻ അത് പുഷ്ടി പ്രാപിച്ച് വിടുതൽ പ്രാപിച്ചിരിക്കുന്നതിനെ ഓർത്താണ് നാം സ്തോത്രം ചെയ്യേണ്ടത്. ഈ കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ തുള്ളിച്ചാൻ തോന്നും. അത് നാം നിരാശപ്പെടുക. ഇവിടുത്തെ 7, 2, 3, 5 കണക്ക് നോക്കി 1000 രൂപയുടെയും 2000 രൂപയുടെ ലക്ഷം രൂപയുടെയും കണക്കുകൾ നോക്കി പലപ്പോഴും നാം പരാതിപ്പെടാറുണ്ട്. ഒരു 10 രൂപ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി, ആകെപ്പാടെ കഷ്ടതയായിരിക്കും, നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞ 10 രൂപ നഷ്ടം പോയത് വിഷമില്ലെന്നല്ല പറഞ്ഞത്. അങ്ങനെ നഷ്ടങ്ങളുടെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കരഞ്ഞു പിഴിഞ്ഞും ഇരിക്കുന്ന ജീവിതമേ ഇന്ന് രാത്രി ദൈവാത്മ പറയുക, അതൊക്കെ ഭൗമികമായിട്ടുള്ളതാ. ഇവിടുത്തെ കഷ്ടനഷ്ടങ്ങൾ സാരമില്ല, ദൈവം ഒന്നും നഷ്ടമാക്കത്തില്ല. എന്നാൽ യേശുവിനെ നേടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നുമില്ല എന്നാണ് ഇവിടെ നമുക്ക് ദൈവം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ പൗലോസ് അവൻ മനസ്സിലാക്കി അവന്റെ ആത്മീയം പാരമ്പര്യത്തിനതായിരുന്നു. അത് കാലത്തിനനുസരിച്ച് മാറ്റമില്ലാത്തതായിരുന്നു. അവൻ അതുകൊണ്ട് പ്രയോജനം അവൻ ഉണ്ടെന്ന് വിചാരിച്ചതാ. എന്നാൽ യേശു ക്രിസ്തുവിന് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആ ഇക്വേഷൻ മാറ്റിയിട്ടു. അവൻ പറഞ്ഞു, യഹൂദനായതുകൊണ്ടോ പാരമ്പര്യമുള്ളത് കൊണ്ടോ അതെനിക്ക് അന്ന് ലാഭമായിരുന്നു. പക്ഷേ ക്രിസ്തു യേശു എന്ന ആ മഹാവില ഉള്ള കുഞ്ഞാടിന്റെ രക്തം മനസ്സായി എന്റെ പാപത്തിൽ നിന്ന് മാറ്റുവാൻ എന്റെ റോമൻ പൗരത്വത്തിന് കഴിയത്തില്ല. എന്റെ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ ന്യായപ്രമാണത്തിന്റെ പ്രമാണമുള്ള ആടുകളുടെയും കാടകളുടെയും രക്തം കൊണ്ട് പറ്റത്തില്ല. എന്നാൽ അവന് മനസ്സിലായി, എന്നെ പൂർണ്ണമായും വിടുവിക്കുവാൻ, എനിക്കൊരു സ്വർഗീയ പൗരത്വം നൽകുവാൻ, എന്നെ ഒരു വിലയുള്ളവനാക്കി മാറ്റുവാൻ വ്യാപരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിനെ നേടണം. രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഈ ലോകത്തിന് നേട്ടത്തിനേക്കാൾ അപ്പുറമായി എനിക്ക് എൻ്റെ യേശുവിനെ നേടണം. ഇന്ന് രാത്രി ഒരുപക്ഷെ ഒരുപാട് വിഷയങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. മക്കളുടെ വിഷയങ്ങൾ, മറ്റു പല വിഷയങ്ങളുമായിട്ടായിരിക്കുന്നത്. രോഗം, സൗഖ്യം, കടഭാരങ്ങൾ, മറ്റു പല വിഷയങ്ങളുമായിട്ടായിരിക്കുന്നത്. ഉള്ളിൽ ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ പ്രത്യാശ വ്യാപരിച്ചു കഴിഞ്ഞാൽ, നിന്നെ പിടിച്ചു വെച്ച് നിരാശയും പൊട്ടി മാറുവാനിടയത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ ധൈര്യത്തോടെ ഊണ്ടി നടന്നത്. യേശു മുഖാന്തരമുള്ള ആ വിടുതൽ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ വില മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവനെ പിന്നെ പിടിച്ചൊതുക്കുവാൻ ഒരു ശക്തിക്ക് കഴിഞ്ഞില്ല. നിരാശ വന്നപ്പോൾ അവനെ ചടകുടഞ്ഞ് എഴുന്നേറ്റ് മുന്നേറുവാൻ ഇടയാറ്റുന്നത് അവന്റെ ജീവിതം ലാഭമാണെന്ന് കണ്ടതുകൊണ്ടാണ്. രാത്രിയിൽ സന്ദേശം കേൾക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്റെ ജീവിതം നഷ്ടമല്ല, ലാഭമാണ്. എനിക്ക് ഭൗതികമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഭാരമുണ്ട്. നീ ഭയപ്പെട്ടു പോകണ്ട. മറ്റുള്ളവരെക്കാൾ നീ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഭാരം അനുഭവിക്കുന്നു, രോഗം അനുഭവിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അകത്തുള്ള മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന വിടുതൽ, അത് സത്യത്തിൽ മനസ്സിലാക്കുന്ന ജീവിതത്തെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. അവരെ ചങ്ങലകൾക്ക് ഒതുക്കാൻ കഴിയത്തില്ല. രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒതുക്കാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ വിലയായിരിക്കുന്ന മറുവിലയാക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന് ശക്തി വ്യാപരിക്കുന്ന ഒരു വ്യക്തിയെ രോഗത്തിൽ ഒതുക്കാൻ കഴിയത്തില്ല. അതിന് ഒരു ചങ്ങലയ്ക്കും ഒതുക്കി നിർത്താൻ കഴിയില്ല, ഒരു അധികാരത്തിനും ഒതുക്കി നിർത്താൻ കഴിയത്തില്ല. കാരണം അവരെപ്പോഴും ജയാളികളായിരിക്കും. ആ വിഷയങ്ങളെ മറികടക്കുവാൻ ആവശ്യമായി ഊർജം സമ്പാദിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി അവൻ നേടിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ അത് സകലത്തിനും മതിയായത്. അവിടെ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ജീവിക്കുന്നത് പോലും നഷ്ടമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഇതുവരെ ജീവിച്ചിട്ട് എനിക്കൊരു പ്രയോജനമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, നിന്റെ നഷ്ടത്തെ ലാഭമാക്കുവാൻ വേണ്ടി യേശു പറഞ്ഞൊരു മറുവിലയുണ്ട്, ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുന്ന, ലാഭമുള്ളവനാക്കി മാറ്റുന്ന, കുറവ് തീർക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ജീവന്റെ ശക്തി നമ്മുടെ ജീവനിൽ വ്യാപരിച്ചു കഴിയും. മനുഷ്യജീവനിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ
അത് ലാഭമുള്ളതായി തീരുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, ബഹിരാകാശത്തിൽ പോകുന്നതും അനേക ഗ്രഹങ്ങളിൽ പോകുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ ആവശ്യമാണ്. ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞത് അവർ മനുഷ്യർക്കകലെ തൂങ്ങി ആടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് യോബിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി യോബ് പറഞ്ഞു മനുഷ്യർക്കകലെ അവർ തൂങ്ങിയാടുന്നത്. യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലാണെന്ന് വിചാരിക്കും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് അങ്ങനെ പറയാൻ കാരണം മനുഷ്യർക്കകലെ തൂങ്ങി അദ്ദേഹം കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണാട്ടിടയാത്തുന്നു. അപ്പം മനസ്സിലായി ഈ മനുഷ്യൻ ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. അവൻ ഊഞ്ഞാലി കെട്ടിയാടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അവന് മനസ്സിലായി ഇവിടുന്ന് വളരെ വിദൂരതയിൽ ബഹിരാകാശത്ത് മനുഷ്യൻ തൂങ്ങിയാടുമെന്ന് അന്ന് അവൻ കാണുവാട്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊക്കെയും മനസ്സിലാക്കിയ യോബ് തന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ദർശനത്തിലൂടെ കടന്നുപോയപ്പോൾ അവൻ ആത്മീയമായി ഒരുപാട് ദർശനം വായ്പട്ടിടയാത്തുന്നു. അങ്ങനെയല്ലേ മനുഷ്യൻ തൂങ്ങിയാടുന്നല്ലേ കാണുന്നത്. പ്രപഞ്ചത്തിൽ അത് ബഹിരാകാശത്തിൽ പോയി മനുഷ്യൻ അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ വിചാരിക്കും തുള്ളിക്കളിക്കുകയാണ്. അല്ല, അവരവിടെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുക. ലോകത്തെ ഏകദേശം 22,000 കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ 18 പ്രാവശ്യം ചുറ്റി സഞ്ചരിച്ചവരാണ് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെയും ഭൗമികമാകുമ്പോൾ സ്വർഗീയമാകുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവിടും ചിലരെ ഒരുക്കിയെടുക്കുക. ഏറ്റവും വലിയ സന്തോഷകരമായ യാത്രയ്ക്ക് വേണ്ടി, നിത്യതയുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറച്ചെടുത്ത വചനം നിറച്ചെടുത്ത ജീവിതങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിനെ നേടുക എന്നതിന്റെ അർത്ഥം ദൈവവചനമാകുന്ന ക്രിസ്തുവിന്റെ വചനം കൊണ്ട് അവന്റെ അകത്തെ മനുഷ്യൻ നിറയപ്പെട്ട് കഴിഞ്ഞാൽ, ഇവിടുന്ന് കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മാറ്റമുണ്ട്. ഞൊടിയിടയ്ക്കുള്ളിൽ നാം സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറമായ ഒരു ലാഭമില്ല. ഇന്ന് രാത്രി സന്ദേശം മനസ്സിലാക്കുവാൻ സാധിക്കും. അത് കോടിക്കണക്കിന് രൂപ മുടക്കി പല ട്രെയിനിങ് നടത്തി പല രീതിയിലുള്ള പലതും ചെയ്തിട്ടാണ് ബഹിരാകാശത്തേക്ക് അതിന് പ്രത്യേക സൂട്ടുകളും പറ്റും ആവശ്യമാണ്. എല്ലാവർക്കും പോകാൻ കഴിയത്തില്ല. അതിനുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഒരു യാത്രയ്ക്ക് വേണ്ടി ഇന്ധനം നിറയ്ക്കുവാൻ വേണ്ടി മനുഷ്യനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ദൈവാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുന്നത്, വചനം നമ്മളിൽ നിറയ്ക്കുന്നത് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം നിരാശയായി നാം ഒന്നുമില്ലാത്തവരാണ്, പ്രാർത്ഥിച്ചത് മറുപടി ഒന്നുമില്ലല്ലോ, എല്ലാം നെഗറ്റീവാണല്ലോ, ഒന്നും നടക്കുന്നില്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് നിങ്ങളൊരു ദൈവാത്മാവ് പറയുക, നിന്റെ അകത്ത് തന്നിരിക്കുന്ന ജീവൻ നേടിയിട്ടുണ്ടെങ്കിൽ, അത് പാപമില്ലാത്തതാണെങ്കിൽ, ക്രിസ്തുയേശുവിന്റെ കുഞ്ഞാന്റെ രക്തത്തിന്റെ ശക്തി അതിനെ വ്യാപരിച്ച് യേശുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ, പിതാവത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ സമ്പന്നന്മാരായിട്ട് ആരുമില്ല. അതാണ് ആത്മീയ സമ്മതം എന്ന് പറയുന്നത്. കണ്ടെത്തുവാൻ, അത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ടൊന്നുമില്ല എന്നുള്ള സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. അത് സാധിച്ചെടുക്കണം. കർത്താവാണ് അതിന്മേൽ നമുക്ക് നൽകുന്ന ദൈവകൃപയ്ക്കായ ദൈവത്തിന് സ്തോത്രം. എന്ന് രാത്രിയിൽ ഈ സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നു. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നത് കൊണ്ടോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കരുത്. നാം അകത്തൊന്ന് സന്തോഷത്തോടെ ഒന്ന് ഹടകുടഞ്ഞ് എഴുന്നേറ്റാൽ, ആത്മാവ് ഒന്ന് ബലപ്പെട്ട് കഴിഞ്ഞാൽ, പൗലോസും ശീലാസും അവര് കഷ്ടം സഹിക്കുന്നത് നമ്മൾ സന്തോഷിച്ചു. അത് മുഖാന്തരമായി അവരുടെ അകത്തുള്ള ആ ജീവന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങല അഴിഞ്ഞു വീഴപ്പെട്ടതുപോലെ നിരാശപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ചങ്ങല അഴിഞ്ഞാതിരിക്കും. നിരാശയോടെ ആ ഭാണ്ഡം മാറ്റിയിട്ട് എൻ്റെ ദൈവത്തോട് പറയണം. ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. അത് നമ്മളൊക്കെ മനുഷ്യരാണ്. വിഷയങ്ങൾ നമുക്കെതിരെ പോകുമ്പോൾ നമ്മളെല്ലാവരും പിറുപിറുത്തു പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. സ്വർഗം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ കൈവിടത്തില്ല, അവൻ തള്ളിക്കളയത്തില്ല. നമ്മുടെ വേദന അവൻ കാണുന്നുണ്ട്. ഇനി എനിക്ക് തിരിച്ചടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ കർത്താവ് പറയും, അല്ല മക്കളെ, നിങ്ങളെ ഞാൻ ഉയർത്താൻ പോകുക. എന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവർ അവരെ താഴ്ത്തിക്കളയാൻ ശത്രുവിന് കഴിയത്തില്ല. അവരെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ദൂതറിയിക്കുക. ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാനൊരു വ്യക്തിയെ വേഗത്തിൽ കാണിക്കും. നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന വ്യക്തിയാണ്. നിരവധി വ്യക്തിത്വങ്ങളെ എടുത്ത് ഉദാഹരണം പഠിപ്പിച്ചാലേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമുക്കറിയാം. കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ ധനവാനെയും ലാസറിനെ കുറിച്ച് ഉപമ പറഞ്ഞു. യേശു പറഞ്ഞു, അവൻ ധനവാനായിട്ടുള്ളവൻ സർവ്വലോകം നേടിയവന് ആഡംബരം നിറഞ്ഞ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞ സർവ്വലോകം ഞാൻ അമേരിക്കയും ഏഷ്യയും എല്ലാം കൈയടക്കുന്നതിൻ്റെ അർത്ഥം അവൻ അന്നത്തെ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. അവൻ സുഖലോലുപനായിട്ട് ജീവിക്കുക, സഹോദരന്മാരുണ്ട്, എല്ലാ ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവരുമുണ്ട്, എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അവൻ സർവ്വലോകവും നേടിയവനായിരുന്നു. ഒന്നിനും കുഴപ്പമില്ലാത്തവനായിട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ദരിദ്രനായിരിക്കുന്ന ലാസറിനെ കർത്താവ് കാണിക്കുക.
അവന് ഒന്നുമില്ല, ലോകപ്രകാരം ഒന്നുമില്ല, വസ്ത്രമില്ല, ആഹാരമില്ല, അവന് ദാരിദ്ര്യമാണ്, അവന്റെ മുറിവുകൾ മാറുന്നില്ല, രോഗമാണ് അവനുള്ളത്. എങ്കിലും അവന്റെ അകത്തൊരു ജീവന്റെ പ്രത്യാശ ഉണ്ടായിരുന്നു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപക്ഷെ ഭൗമികമായിരിക്കുന്ന വിഷയത്തിൽ രോഗം കാണും, നമുക്ക് ക്ഷീണം കാണും, നമുക്ക് ഇല്ലായ്മകൾ കാണും. അതെ, ദൈവമക്കൾക്ക് എത്രയോ ഇല്ലായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ എത്രത്തോളം കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞാൻ പഴയ കാലങ്ങളെ കുറിച്ചൊന്നും എടുത്ത് ഞാൻ ഉദ്ധരിക്കുന്നില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ അത് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഉയർത്തിയപ്പോൾ ദൈവം നമ്മളെയും അനുഗ്രഹിച്ചു, മാനിച്ചു, നമ്മുടെ തലമുറകളെ ദൈവം ആദരിച്ചു. അതുകൊണ്ട് അഹങ്കരിച്ചു പോകരുത്. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നത്, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. പണ്ടത്തെ കാലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കാപ്പിപ്പൊടി ഇടുവാൻ ഇല്ലാതിരുന്ന കാലഘട്ടമില്ലായിരുന്നു. അതെ, ബസ്സിൽ പോകുവാൻ പൈസ ഇല്ലാതെ നടന്നുപോയ സമയങ്ങളില്ലായിരുന്നു. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് നാം കടന്നു വന്നത്. എന്നാൽ ഇന്ന് നമുക്കത് സമൃദ്ധിക്കായി സ്തോത്രം ചെയ്യാം. അതോടൊപ്പം അതിലല്ല എൻ്റെ നിങ്ങളുടെ നേട്ടം മനസ്സിലാകേണ്ടത്. എന്നെ ഭൗതികമായി അനുഗ്രഹിച്ചുകൊണ്ടല്ല, ഒരു വീട് വെച്ചതുകൊണ്ടല്ല, ഒരു കാറ് കിട്ടിയതുകൊണ്ടല്ലോ, ജോലി കിട്ടിയതുകൊണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, ദൈവം തന്നതാ. പക്ഷെ അതിലപ്പുറമായി ഞാൻ പൂർണ്ണമായും ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അതൊക്കെ ഭൗമികമാണ്. അതെല്ലാം നമുക്ക് ദൈവം തരേണ്ട സമയത്ത് തന്നു, നമ്മുടെ കണ്ണുനീർ കണ്ടു, നമ്മളെ ദൈവം ആദരിച്ചു, മാനിച്ചു. എന്നാൽ അകത്തൊരു ജീവൻ തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ തന്നിട്ടുണ്ട്. അതിനെ ദൈവം ഉദ്ദേശിക്കുന്ന ആ വളർച്ച പ്രാപിച്ച് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ളതായ ഒരു ഊർജം സമ്പാദിക്കാൻ വേണ്ടിയാ നാം രാത്രിയിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നത്. പകലും നാം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാ, ഭൗതിക വിഷയത്തിന് വേണ്ടി മാത്രമല്ല, ആത്മീയതയ്ക്ക് വേണ്ടി പ്രാധാന്യത കൊടുത്തുകൊണ്ട് ദിവസങ്ങളിൽ ദൈവമക്കൾ ഉണർന്നെഴുന്നേൽക്കാമെങ്കിൽ നമ്മെ പിടിച്ചൊതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂരറിയിക്കുകയാണ്. അവിടെ ഈ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരേ വിചാരിച്ചു അവന്റെ സാമ്പത്തിക നന്മ കൊണ്ട് ഉന്നത സ്ഥലത്ത് എത്താമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടി ഈ ആത്മാവിനെ ഉന്തിത്തള്ളി എവിടെയെങ്കിലും കയറ്റിവിടുന്ന വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൻ യാത്രാ സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തത്. സർവ്വലോകവും നേടി ആത്മാവിന് വേണ്ടി അവനൊന്നും കരുതിയില്ല, ആത്മീയമായി സമ്പന്നനായില്ല, അവൻ ഭൗതികത്തിൽ നേട്ടമുള്ളവനായിരുന്നു. അതുകൊണ്ട് ഉപമ പറഞ്ഞു കൊടുത്തത്, അവൻ മരിച്ചപ്പോൾ യാതനാ സ്ഥലത്ത് പോയി അതുവരെയും നല്ല സ്വർണ്ണ കപ്പിലൊക്കെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന ധനവാൻ, ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും ധനാഠ്യനായിരുന്ന, അന്നത്തെ ആഡംബരമുണ്ടായിരുന്ന, എല്ലാം ഉണ്ടായിരുന്നവൻ, അവൻ അവസാനം അവിടെ കിടന്ന് ഒരു തുള്ളി വെള്ളം തരാമോ എന്ന് ചോദിച്ച് അവൻ കേഴുകയാണ്. നിത്യതയിലെ നഷ്ടം വലിയ നഷ്ടമാക്കട്ടോ. എന്നാൽ ഈ ഭൂമിയിലെ നഷ്ടം അത് സാരമില്ല, താൽക്കാലികമാ. ഇവിടുത്തെ രോഗം താൽക്കാലികമാ, ഇവിടുത്തെ വേദന താൽക്കാലികമാ, ഇവിടുത്തെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിന്ദകൾ താൽക്കാലികമാ. എന്നാൽ വലിയ ഒരു നിന്ദയിലേക്ക്, നിത്യമായ നിന്ദയിലേക്ക്, നിത്യമായ ലജ്ജയിലേക്ക്, നിത്യമായ വേദനയിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാ യേശു പറഞ്ഞത്. മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിടിവിക്കുവാൻ മറുവിലയായി തീരുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ മറുവില കണ്ടെത്തിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും യേശുക്രിസ്തുവിനെ നേടിയിട്ടില്ലെങ്കിൽ, യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമ നേടിയിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാണ്. അതുകൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ പേര് എവിടെയെല്ലാം എഴുതപ്പെട്ടാലും ഒരു കാര്യമില്ല. എത്രമാത്രം ആരെല്ലാം പേപ്പറിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഒരു കാര്യമില്ല, പ്രയോജനമില്ല. എന്നാൽ ദൈവത്തിന് പേരില്ല എങ്കിൽ നാം ദിവസങ്ങളിൽ എന്തെല്ലാം നേടിയാലും ഇതെല്ലാം താൽക്കാലികമാണ്. മറുഭാഗത്ത് അവൻ മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്. ഇന്നും അബ്രഹാമിന്റെ മടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് പോയതിനെ കുറിച്ച് ഇന്നും തിരിച്ചറിവില്ലാത്തവരാ. ഇപ്പോഴും മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അബ്രഹാമിനെ ഉൾപ്പെടെയുള്ള അബ്രഹാം കാത്തിരുന്നത് യേശുക്രിസ്തു മുഖാന്തരമുള്ള നീതിഗണത്തിന് വേണ്ടി കാത്തിരുന്നതാണ്. തന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവര് ആത്മീയം നോക്കിയവരായിരുന്നു, ഭൗതികത്തെയൊക്കെ അവർ മാറ്റിവെച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ഊരിൽ നിന്ന് വിളിച്ചിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവവിളി ഉണ്ടായപ്പോൾ അതെല്ലാം അങ്ങ് ഛേദമെന്നെണ്ണി, അല്ലെ,
ഊരിൽ നിന്ന് ദൈവം മെസൊപ്പൊത്തേമിൽ നിന്ന് വിളിച്ചപ്പോൾ അബ്രഹാം തേജോമനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ച വിളിയുടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിത്തിരിച്ച് പോന്നപ്പോൾ അവിടെയുള്ളതെല്ലാം വിട്ടിട്ടാ പോകുന്നത്. അതിന്റെ അർത്ഥം അവൻ പോരുകയാണ്. സ്വന്തം ദേശം വിട്ടു, ജന്മദേശം വിട്ട് അവൻ പോന്ന് യാത്ര ചെയ്ത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ആ വിളി കേട്ടാൻ പോന്നു കഴിഞ്ഞപ്പോൾ അവൻ ആത്മീയത്തിൽ നേടാൻ സാധിച്ചു. ഭൗമികമായിട്ടും അവനെ ദൈവം സമ്പന്നനാക്കി. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്കെല്ലാം നൽകും. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായി നിന്നത് അവന്റെ ജീവിതത്തിന്റെ പ്രത്യാശയായിരുന്നത്. അവൻ ഒരിക്കലും ഈ ആത്മീയരുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ട കോട്ടങ്ങൾ അവന്റെ ജീവിതത്തെ സന്തോഷത്തെ ബാധിക്കത്തില്ല. അത് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവന് തലമുറയില്ലാതിരുന്നപ്പോൾ അവൻ ദൈവത്തിന് അകന്നു പോയില്ല. അവൻ ദാരിദ്ര്യം വന്നപ്പോൾ ദൈവത്തിന് അകന്നു പോയില്ല. അവൻ സമ്പന്നനായപ്പോഴും ദൈവത്തിന് അകന്നു പോയില്ല. മകനെ ലഭിച്ചപ്പോഴും അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. രാത്രി സന്ദേശം കേൾക്കണമേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവത്തെ കാണുന്നവർക്ക്, സ്വർഗദർശനമുള്ളവർക്ക് ഈ ലോകത്തിന്റെ ഈ നേട്ടമോ കോട്ടമോ ഒന്നും അവന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കത്തില്ല. ദൈവമായിട്ടുള്ള ബന്ധം ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടിക്കൂടി വരികയുള്ളൂ. അതിനെയാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മരിച്ച അബ്രഹാം ആ കാലഘട്ടത്തിൽ അവര് വിലയുള്ളവരായിരുന്നു. അവരെ ദൈവം ഉദ്ധരിച്ചുകൊണ്ട് പരദേശിലേക്കാണ് പ്രവേശിപ്പാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഉത്ഥാനമുണ്ടായി. കുഞ്ഞാടിന്റെ രക്തം മറുവിലയായി തീർന്നത് വരെയാണ്. അതുവരെയും അവർ അടിമത്തത്തിലായിരുന്നു. അവർക്ക് വീണ്ടെടുപ്പില്ലായിരുന്നു. എന്നാൽ അവർ നീതിമാന്മാരായിരുന്നെങ്കിലും നീതികരണത്തിൻ്റെതായിട്ടുള്ള ആ മറുവില എക്സ്ചേഞ്ച് നടന്നത് കുഞ്ഞാടിന്റെ രക്തം കാൽവറിയിൽ അത് ചൊരിയപ്പെട്ടതോടുകൂടിയാണ് അവർക്ക് മാറ്റമുണ്ടായി അവർ പരദേശിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഇടയാത്തുന്നത്. അങ്ങനെ അവർ ഉയർത്തപ്പെടുവാൻ ഇടയാത്തപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന അവിടെ മീതയുള്ള പാതാളത്തുള്ള എല്ലാവരെയും ഉദ്ധരിച്ചുകൊണ്ട് യേശു ഉയരത്തിലേക്ക് കരേറി അവർക്ക് എന്നാണ് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വചനപ്രകാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിശ്ചയമായിട്ടും യേശുവിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ, ദൈവ വചനത്തിന്റെ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന വചനത്തനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരാണ് ശ്രേഷ്ഠന്മാർ, അവരാണ് മാന്യതയുള്ളവർ, അവരാണ് നഷ്ടമല്ലാതെ ലാഭത്തിൽ ജീവിക്കുന്നവർ എന്ന് പറയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് പറഞ്ഞ് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ഞാൻ മരിച്ചാൽ എനിക്കിവിടെ നഷ്ടമല്ല. എല്ലാ മരണവും ലാഭമാകട്ടോ. ലോകത്തിൽ പാപത്തിൽ മരിച്ചത് ലാഭമാണ്. നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ അത് ലാഭമാണ്. ക്രിസ്തുവിനോടുകൂടി ചേരുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നത് പറഞ്ഞാൽ മരണത്തെ കാത്തിരിക്കൽ നാം ഇരിക്കുന്നത്, നാം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവെന്ന് വരികയാണെങ്കിൽ നമുക്ക് അവനോടുകൂടി ചേരുന്നത് അത്യുത്തമമായ കാര്യമല്ലേ? അതിനുവേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ മാറും, ഭാരം മാറും. ഇന്ന് രാത്രി ദൈവമാ സംസാരിക്കുന്നത്, കടഭാരം കിടക്കട്ടെ, അവിടെ രോഗത്തിന്റെ വിഷയം കിടക്കട്ടെ, ഇതെല്ലാം വരട്ടെ. എന്നാൽ അതിനപ്പുറമായിട്ടുള്ളൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. എന്റെ കർത്താവ് വരികയാണെങ്കിൽ അവനോടുകൂടി ചേരുവാനുള്ള ഒരു ആത്മീയമായിരിക്കും നേട്ടം എന്റെ ഹൃദയത്തിലുണ്ട്. യേശുവിനെ ഞാൻ നേടുന്നത് അതിനു വേണ്ടിയാ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന അതിനു വേണ്ടിയാ. ഈ ലോകത്തിന്റെ താൽക്കാലികതയ്ക്ക് വേണ്ടിയല്ല, അതെന്റെ ദൈവം എനിക്ക് നൽകും. രാത്രിയവർക്ക് പറയാൻ കഴിയും, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയം പോലും മറുപടി കിട്ടാതെ പോകത്തില്ല. താമസം വന്നാലും അത് നൽകുവാൻ ദൈവം വിശ്വസ്തന. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. അത് കാലം താമസിക്കുക, അതിന്റെ സമയത്ത് തന്നെ നൽകുമെന്നാൽ അനപ്രയമായ ഒരു വിശ്വാസം നമുക്കുണ്ട്. ഈ യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനെ നേടുന്നതിൽ നാം ഒരിക്കലും വചനം മനസ്സിലാക്കുന്നതിൽ, പരിജ്ഞാനത്തിൽ വളരുന്നതിൽ, ഭേദഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതിൽ നാം ഒരിക്കലും പിന്നോട്ട് പോകരുതെന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അവനെ നേടണം. ഞാൻ നേടിയെന്നല്ല, ഞാൻ തികഞ്ഞവനായെന്നല്ല, എനിക്കത് നേടാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക്, ഫലമുള്ള ലാക്കിലേക്ക് ഓടുകയാണ്. രാത്രിയിൽ കളഞ്ഞു പോയല്ലോ, ഇറങ്ങിപ്പോയല്ലോ എന്നുള്ള ചിന്തയല്ല. അതുകൊണ്ടാണ് പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിന് ഫലമുള്ള ലാക്കിലേക്ക് അവൻ ഓടുന്നു എന്ന് പറഞ്ഞു. ആജ്ഞ ഓടുകയാണെന്ന് പറഞ്ഞാൽ അത് പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഓടുകയാണ്. ഇവിടെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്രയാസം വന്നു ചില പറയും വിട്ടുപോകുന്നതായിരുന്നു, അവിടെയായിരുന്നു നിനക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മടങ്ങിപ്പോകാൻ എളുപ്പമുണ്ട്. ഇവിടെ വന്ന് കമ്പയർ ചെയ്ത് കേട്ടോ, വിശ്വാസം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കരുത്. ഇവിടെ നോക്കി കഴിയുമ്പോൾ കഷ്ടവും നഷ്ടവും എല്ലാ വേദനയൊക്കെ വരുമ്പോൾ വിശ്വാസം ഒന്ന് പ്രാർത്ഥിച്ചു ഉപസിച്ചു
രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മാറ്റമൊന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അകത്ത് മാറ്റം വന്നു, പക്ഷെ പുറമേ വലിയ മാറ്റമൊന്നും വന്നില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന് ദാസനായി വിളിച്ചാൽ നീ ദാസനായിട്ടിരിക്കാൻ പോകും എന്നാ പറഞ്ഞു. എങ്ങനെയല്ലേ പറഞ്ഞു? സ്വന്തമായി വിളിക്കുക, സ്വന്തമായിട്ടിരിക്കാൻ പറഞ്ഞു. ആരും വിചാരിക്കരുത് വിശ്വാസം വന്നു അന്നേരം തന്നെ സർവന്റ് അന്നേരം യജമാനാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, ഭൗതിക വിഷയത്തിൽ അങ്ങനെ ഇതില്ല, കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിന്നെ ദാസനായി വിളിച്ചെങ്കിൽ ദാസനായിട്ടിരിക്കും. നീ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദാസനായിരുന്നോ, സ്ഥാനപ്പെടുന്ന സമയത്ത് ദാസനായിരുന്നോ, ഒരിക്കലും വിചാരിക്കരുത് സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ സഭയിൽ ചേർന്നാൽ നാളെ യജമാനാണെന്ന് വിചാരിക്കരുത്. ഭൗതികത്തിൽ മാറ്റമൊന്നും വരത്തില്ല. പിന്നെ അതിൻ്റെ അർത്ഥം വലിയ മാറ്റങ്ങൾ ഭൗതികത്തിൽ വരത്തില്ല, എന്നാൽ നമുക്കൊരു കുറവുണ്ടാകത്തില്ല. യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു, അതെ, നമുക്കൊരു കുറവുണ്ടാകത്തില്ല. ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമമായി പോറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്കൊന്നിനൊരു കുറവുണ്ടാകത്തില്ല. കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല, കലശത്തിലെ എണ്ണ കുറഞ്ഞു പോകാതെ അവൻ ക്ഷാമകാലത്ത് ക്ഷമമായി പോറ്റുന്നവനാ. അനേകർക്ക് സമൃദ്ധിയുടെ നടുവിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ, യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അനേകർക്ക് സമൃദ്ധിയുടെ മധ്യത്തിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ ഞെരുക്കത്തിന്റെ മധ്യത്തിൽ സമൃദ്ധി കൊടുക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. അതിനെയാണ് അതിശയമെന്ന് പറയുന്നത്, അതിനെയാണ് അത്ഭുതമെന്ന് പറയുന്നത്. ഞെരുക്കത്തിന്റെ ഇടയിൽ സമൃദ്ധി നൽകുന്ന ഒരു ദൈവത്തെ യാക്കോബിന് അറിയാമായിരുന്നു. യാക്കോബ് ഉൾപ്പെടെയുള്ള ലോകം ഞെരുങ്ങിയപ്പോൾ, വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ, ആ ഞെരുക്കത്തിന്റെ ഇടയിൽ സമൃദ്ധി കൊടുത്ത ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. അന്ന് അനേകർ സമൃദ്ധിയുള്ളവർ ഞെരുക്കം അനുഭവിച്ചപ്പോൾ, അവർ ഞെരുങ്ങിപ്പോയപ്പോൾ, ഒന്നുമില്ലാതിരുന്ന യാക്കോബ് സഞ്ചിയുമായി ചാക്കുമായി തന്റെ മക്കളെ വിട്ട യാക്കോബിനെ അവന്റെ ഞെരുക്കത്തിൽ സമൃദ്ധിയുടെ കലമുറ അവന് ദൈവം തുറന്നു കൊടുത്ത് അവന്റെ മകൻ മുഖാന്തരം ലഭിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഞെരുക്കത്തിൽ ദൈവം നമുക്ക് സമൃദ്ധി നൽകുമെന്ന് ആത്മാവിൽ ദൂത് പറയുക. തലമുറ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങളെ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന മുഖാന്തരമായി ദൈവ ആത്മാവ് യോസഫിനെ ഉയർത്തി ആദരിച്ചതുപോലെ, അത് മുഖാന്തരമായി ഞെരുക്കത്തിൽ അവര് ദൈവികമായിരിക്കുന്ന അനുഗ്രഹ മുഖാന്തരം സമൃദ്ധി അനുഭവിച്ചതുപോലെ ചില അനുഗ്രഹത്തിന്റെ വഴികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് തുറക്കാൻ പോകുക. നാളുകളായി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുക. ചില വിഷയങ്ങളിൽ ചില തലമുറകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുണ്ട്. ഞെരുക്കത്തിലാണല്ലോ, ഇന്നും ഞെരുക്കത്തിലാണല്ലോ, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭാരപ്പെട്ട് ഞെരുങ്ങുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവെന്ന് ദൂത് പറയുക. ആ ഞെരുക്കത്തിന്റെ മധ്യത്തിൽ നീ ഉദ്ദേശിക്കാത്ത ഒരു സമൃദ്ധി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അത് പ്രാപിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിട്ട് ഒരിക്കലും നീ താണിരിക്കാൻ സമ്മതിക്കത്തില്ല. സമയാസമയങ്ങളിൽ ദൈവം നിന്നെ മാനിക്കും. ഒന്നുമില്ലാതെ വിട്ടിറങ്ങിയ അബ്രഹാമിനെ ദൈവം എന്നും അതേ നിലവാരത്തിലിടുകയല്ല ചെയ്തത്. അവനെ മഹാധനികനാക്കി ആ ദേശത്ത് അവനെ മാന്യതയുള്ളവനാക്കി ഉയർത്തിയെങ്കിൽ നമ്മെ ഉയർത്തേണ്ട സമയത്ത് അവൻ ഉയർത്തും, മാന്യത നൽകേണ്ട സമയത്ത് മാന്യത നൽകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയിലൊന്നും നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ വിട്ടുപോകരുത്. അവനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. കൈ അയഞ്ഞു പോകരുത്. ഇന്ന് രാത്രി യേശുവിന്റെ കാലിൽ മുറുകെ പിടിക്കുവാൻ ദൈവാത്മാവ് ദൂത് പറയുക. അതെ, എനിക്കവനെ പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട്, അതെ കർത്താവേ, എനിക്ക് നിന്നെ നേടണം. എത്ര പേർക്ക് ആത്മാവ് വിളിച്ചു പറയാൻ സാധിക്കും? യേശുവിനെ എനിക്ക് നേടണം, എനിക്കവനെ പിടിക്കണം. അതെ, എന്റെ ലക്ഷ്യം അതാണ്. ക്രിസ്തുവിനെ എനിക്ക് നേടണം. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലാഭം. അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ജീവിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ദിവസം മുന്നേറുവാൻ കർത്താവ് നമ്മെ അതുകൊണ്ട് തളർന്നു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് ഈ ഭാരപ്പെട്ട് നിൽക്കുക, ഭാരമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായമൊന്നും വിഷയമല്ല. ആത്മീയ ജീവിതത്തിന് പ്രായമല്ല വിഷയം. അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം അത് സ്ഥിരതയോടെ ഓടി ആ ലാക്കിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനമുള്ളത്. അനേകര് പറയും നഷ്ടമാണെന്ന് പറയുമ്പോൾ, ജീവിതം ഇവിടം കൊണ്ട് തീർന്ന് പറയുമ്പോൾ ദൈവമക്കൾ പറയും ഞങ്ങൾക്ക് നഷ്ടമല്ല, ക്രിസ്തു മുഖാന്തരം എൻ്റെ ജീവിതം ലാഭമാണ്, എൻ്റെ തലമുറയുടെ ജീവിതം ലാഭമാണ്. സാധിക്കുന്ന നിത്യതയിലെ കനമോർത്തുകൊണ്ട്, തേജസ് കനമോർത്തുകൊണ്ട് പറയാൻ സാധിക്കുന്ന യേശു മുഖാന്തരമുള്ള ജീവിതത്തിന്റെ ആ
നിലവാരത്തിന്റെ ഉയർച്ചയെ കണ്ടുകൊണ്ട്, ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന നന്മയെ കണ്ടുകൊണ്ട് വേണം സന്തോഷിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ നിരാശ മാറിപ്പോകുവാൻ ഇടയത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഭൗതിക മേഖലകളിലും ആത്മീയ മേഖലയിലും ഒരുപോലെ മാറ്റം വരുത്തുവാൻ കഴിവുള്ള എൻ്റെ കർത്താവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എല്ലാം നഷ്ടങ്ങളാണ്. മറ്റൊരു വ്യക്തിയെ നമുക്കറിയാം, യേശുവിനോട് ക്രൂശിക്കപ്പെട്ട ആ 2 പേർ, ദുഷ്പ്രവർത്തിക്കാരായിട്ടുള്ളവർ 2 പേർ, ദൈവം അവരുടെ നടുവിൽ കിടന്നപ്പോൾ, യേശുവോടെ നടുവിൽ കിടന്നപ്പോൾ അവൻ മറുവിലയായി തീർന്ന അവരുടെ രക്തത്തിന്റെ ആ തുള്ളികൾ ധാരധാരയായി ഒഴുകിയപ്പോൾ അത് നോക്കി കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നോക്കിയപ്പോൾ കുഞ്ഞാടിന്റെ രക്തം അവന്റെ തലയിലൂടെ, ശിരസിലൂടെ ഒഴുകി, അത് കാൽപാദത്തിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് തുള്ളിതുള്ളിയായി വീഴുന്നത് ദർശിച്ചു കണ്ടപ്പോൾ ഒരുത്തിന് മാറ്റം തോന്നിയില്ല. അവൻ പറഞ്ഞു, ഇവനത് അനുഭവിക്കേണ്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കടന്നപ്പോൾ മറുഭാഗത്തൊരുത്തൻ മനസ്സിലായി, ഈ ഒഴുകുന്ന രക്തം സാധാരണ ഒരു രക്തമല്ല, അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി അവൻ വ്യാപരിച്ചപ്പോൾ അവനിൽ മാനസാന്തരമുണ്ടായതുപോലെ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അവന്റെ ചുടുരക്തം ഒഴുകിയ രക്തത്തെ നിനക്ക് ദർശിക്കാൻ കഴിയുമെങ്കിൽ യഥാർത്ഥമായി മാനസാന്തരമുണ്ടാകും. ഇന്ന് രാത്രിയിലെ ദൈവാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് 2000 വർഷം മുമ്പ് യേശുവിന്റെ രക്തമൊഴുകിയ ആ ഒഴുക്ക്, അത് ഓരോ തുള്ളികൾ അവന്റെ ശരീരത്തൊടിച്ചിട്ട് വീഴുമ്പോൾ അത് നോക്കിക്കിടന്ന ഒരുവൻ മനസ്സിലായി, ഇവയിലൂടെ ഒഴുകുന്ന ഈ രക്തം അത് വലിയതാണ്, ജീവനാണ്. അത് മനസ്സിലാക്കി വിചാരിച്ചാൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞു. കഥ പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പരദേശിയിലിരിക്കുമെന്ന്. അന്ന് ആ ലോകത്തിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരിലും അവൻ നേടുവാനിടയായിരുന്നു. യേശു മുഖാന്തരമുള്ള മറുവില മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട ആ വ്യക്തിയാണ് അന്ന് ജീവിച്ചിരുന്ന മരിച്ചവരിൽ ശ്രേഷ്ഠനായ ആദ്യമായി പരദീസയുടെ വാതിൽ തുറക്കപ്പെട്ട് കിട്ടിയത്. യേശുവിനോടുകൂടെ മരിച്ചവരിൽ ആ യേശുവിന്റെ രക്തത്തിന്റെ തുള്ളി, ആ രക്തത്തുള്ളിൽ ഒഴുകിയപ്പോൾ യേശു ദൈവമാണെന്നും വിടിവിക്കാൻ ശക്തനാണെന്നും അവൻ വീണ്ടും രാജാവായി വരുമെന്നുമുള്ള ഉറപ്പ് ദൈവാത്മാവിന് കൊടുക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ മുൾക്കിരീടധാരിയായി മുള്ളുകൊണ്ട് അവന്റെ തലയിൽ നിന്ന് രക്തം ധാരധാരി ഒഴുകിയപ്പോൾ അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തു, അവൻ സ്വർണ്ണ കിരീടധാരിയായി രാജാവായി വരുന്നവനാണെന്നുള്ള കാഴ്ചപ്പാട് കൊടുത്തപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഓ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ എന്നെ നേടി. നിന്റെ ജീവിതം സന്തോഷമാണ്, നിന്റെ ജീവിതത്തിന്റെ വിടുതലാണ്, നിന്റെ ജീവിതം ലാഭമാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു യേശു മുഖാന്തരമുള്ള ലാഭം അവൻ നേടുവാനിടയെത്തുന്നു. അവൻ പരദേശിയുടെ പ്രവേശനത്തെ യോഗ്യനാക്കി തീർത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ കുഞ്ഞാടിനെ അവനെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നല്ലോ. അവനെ മനസ്സിലാക്കിയെടുത്തതിനായി സ്തോത്രം ചെയ്യാം. കുഞ്ഞാടിന്റെ രക്തം നമുക്ക് മറുപടിയായി തീർന്നുകൊണ്ട് മറുപടിയുടെ വലിപ്പമോർത്ത് തെറ്റിപ്പോകരുന്ന യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ റെഫറൻസ് പറയുന്നില്ല, അത് ബൈബിളിലുള്ളതാണ്, ഞങ്ങൾക്ക് പിന്നീട് നോക്കിയാൽ മതി. മറുപടിയുടെ വലിപ്പമോർത്ത് വിലയോർത്ത് തെറ്റിപ്പോകരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നു. മറുവിലയുടെ വലിപ്പം വലുതാണ്. നാം തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള ഈ ലോകത്തിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ആ വില നാം നഷ്ടമാക്കി കളയാതെ ദിവസങ്ങളിൽ മറുവിലയുടെ വിലയോർത്ത് നാം കുഞ്ഞാടിനോട് യേശുവിന്റെ രക്തത്തിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് നിൽപ്പ്, അവനെ പിടിക്കുവാൻ, അതേ ആഞ്ഞുകൊണ്ട് ദിവസത്തോടാം അവനെ നേടുവാൻ, നമ്മുടെ ജീവിതം ലാഭമാക്കി തീർക്കുവാൻ പ്രകാരം അത് പറഞ്ഞു. യേശു പറഞ്ഞ മറുവില എന്നുള്ള അതുകൂടി മനസ്സിലാക്കി കിട്ടാൻ പറഞ്ഞു. ക്രിസ്തു മൈനസ് ലോകം ഈക്വൽ ടു ജീവിതത്തിൽ നിത്യതയിലെ അത് ജീവൻ എന്നാണ് ഇവിടെ കാണുവാൻ പറഞ്ഞു. അപ്പോൾ യേശുവിനെ കണ്ടതുകൊണ്ട്, ലോകത്തെ വെറുത്തത് കൊണ്ട്, ലോകത്തെ നഷ്ടമാക്കിയത് കൊണ്ട് അവൻ പറയുകയാണ്, വലിയ ലാഭമാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയില്ല, നന്മയില്ലാത്തതുകൊണ്ട് അവർ ഈക്വൽ ടു സീറോയാണ് എന്ന് പറഞ്ഞാൽ അവര് ശിക്ഷിക്കപ്പെടത്തില്ല, നരകാഗ്നിയിലേക്ക് പോകത്തില്ല. എന്നാൽ അവർക്ക് ദൈവം നിത്യജീവൻ കൊടുക്കും. അതാണ് നമ്മുടെ തുടക്കം കൊട്ടോ നമ്മുടെ ജീവിതത്തിന്റെ ആ മൂല്യത വർദ്ധിച്ചു. ഒരു കാലത്ത് ലോകമായിരുന്നു വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്, നാം മൈനസിൽ പോയവരായിരുന്നു, നഷ്ടത്തിൽ പോയവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിനെ കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ലോകത്തെ ജയിപ്പാൻ കർത്താവ് കൃപ തന്നു. നമ്മുടെ ജീവിതം അത് സീറോയായി മാറി എന്ന് പറഞ്ഞ അർത്ഥം, നാം ലോകത്തിന് മരിച്ചു, സീറോയായി, കുഞ്ഞുങ്ങളെ പോലെയായി, നിത്യജീവൻ യോഗ്യരായി തീർന്നു. എന്നാൽ ആ സീറോയിൽ നിന്ന് വളർച്ച പ്രാപിക്കണം. അതിനെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അതിനെയാണ് ശൈശവാവസ്ഥ എന്ന് വളരുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് വളരാൻ സാധിക്കുന്നത്? ലോകത്തെ നാം ഇല്ലാതായി നാം ജഡത്തെ
കൂടി നാം ക്രൂശിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിനെ നേടുന്തോറും ലോകത്തെ ജയിച്ചവൻ ജഡത്തെ ജയിക്കാൻ തുടങ്ങും. ആ ഇടതുവശത്തുള്ള ഇക്വേഷനിലെ ക്രിസ്തുവിനെ നേടുന്തോറും ലോകത്തെ ജയിച്ചു. സീറോയിൽ നിന്ന് നമ്മുടെ ജീവിതം ജഡത്തെ ജയിക്കാൻ തുടങ്ങിയപ്പോൾ നാം 30 മേനിൽ നിന്ന് 60 മേനിയായി. നാം ദൈവസഭയുടെ മണവാട്ടി സഭയുടെ തോഴിമാരുടെ നിലവാരത്തിലേക്ക് വരുമ്പോൾ ചന്ദ്രതേജസ് വായ്പാണ് നിലവാരത്തിലേക്ക് വന്നു. നാം വീണ്ടും ജനിച്ചപ്പോൾ ഭൗമിക തേജസ്സിന് വേണ്ടിയാണ് നാം ഒരുക്കപ്പെട്ടതെങ്കിൽ നാം വീണ്ടും ക്രിസ്തുവിനെ നേടുന്തോറും നമ്മുടെ ജീവിതത്തിന്റെ ആ ഉയർച്ച തേജസ് വർദ്ധിക്കുവാൻ തുടങ്ങിയതിനാണ് തേജസ്സിന്മേൽ തേജസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ നേടുന്തോറും ജഡത്തെ ജയിച്ചു. അങ്ങനെ നാം സാത്താനെ ജയിക്കുവാൻ വേണ്ടി 100 മേനിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളിൽ. ക്രിസ്തുവിനെ നേടുന്തോറുമാണ് നമ്മുടെ മറുഭാഗത്തുള്ള ഇക്വേഷൻ അപ്പുറയുള്ള തേജസ് വർദ്ധിക്കുന്നത്. ഇക്വേഷൻ മനസ്സിലായി വിചാരിക്കുന്നു. രാത്രിയർത്ഥവർക്ക് മനസ്സിലായി, അതെ ഞാൻ ഭാവിയായിരുന്നു, നഷ്ടത്തിലായിരുന്നു, ലോകമായിരുന്നു എന്നിലുണ്ടായിരുന്നത്, ഈ സർവ്വലോകത്തിന് വേണ്ടി ഓടിയവനായിരുന്നു, മറുഭാഗത്ത് ആത്മീയമായി എനിക്കൊന്നുമില്ലായിരുന്നു, ഞാൻ നെഗറ്റീവിലായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ യേശുവിനെ നേടിയപ്പോൾ, ക്രിസ്തു യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ലോകത്തെ ഞാൻ ലോകത്തിന് മരിച്ചപ്പോൾ, അത് ക്രിസ്തു വന്നപ്പോൾ എനിക്ക് ഇക്വേഷൻ സമമായി തീരുവാൻ ഇടയെത്തുന്നു. ഞാൻ ആത്മാവിൽ ജനിച്ചു. എന്നാൽ എന്റെ പടിപടിയായിട്ടുള്ള ജീവിതത്തിൽ യേശുവിനെ നേടുന്തോറും എന്റെ തേജസ് വർദ്ധിപ്പിച്ച് ആ 100 മേനിയിലേക്ക് എത്തിച്ചേരുവാൻ ഓടുന്നു എന്ന് കണ്ടുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി അവനെ പിടിക്കാമോ ചോടുന്നത് പോലെ ഓടുന്ന ഈ ദിവസങ്ങളിൽ ഇത് മറന്നു പോകരുത് കേട്ടോ. നീ കഴിഞ്ഞ നാളുകളിൽ പഠിച്ച എല്ലാ ഇക്വേഷനും മറന്നുപോയാലും കുഴപ്പമില്ല. എന്നാൽ യേശു ചോദിച്ചത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാലും എന്ത് പ്രയോജനം? അതിനൊരു മറുവിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്വേഷൻ പറഞ്ഞെങ്കിൽ അതിന് യഥാർത്ഥമായ ഉത്തരം പറഞ്ഞുകൊണ്ട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനെ നേടുന്തോറും എന്റെ തേജസ് വർദ്ധിപ്പിക്കുകയാണ്. രാത്രിയിൽ ഈ ദൂതിന് മുമ്പിൽ ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവങ്ങൾ ഏൽപ്പിക്കാം. അതേ കർത്താവേ, എനിക്ക് അങ്ങയെ നേടുവാൻ, വചനം നേടുവാൻ, ഈ ദിവസം തേജസ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ സഭാപ്രസംഗത്തെ പറഞ്ഞതായ പ്രയത്നം മുഴുവൻ നഷ്ടമാകുമ്പോൾ ഒരു പ്രയത്നം ലാഭമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15 നമുക്കറിയാവുന്ന സന്ദേശമാണ്. എൻ്റെ 58 വാക്യം നമ്മൾ സ്ഥിരമായി പറയുന്നത്, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. അപ്പോൾ സലോമൻ പറഞ്ഞു, അവന്റെ പ്രയത്നമൊക്കെയും എല്ലാം ഒരു ലാഭവുമില്ല. മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കപ്പോൾ പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം എന്ന് ചോദിച്ചപ്പോൾ അവൻ കെട്ടിടം പണിതു, തോട്ടങ്ങൾ പണിതു, അവൻ പരിചാരികമാരെ വെച്ചു, എല്ലാം ചെയ്തു കൂട്ടി. അവസാനം പറഞ്ഞു, ഇതൊന്നും എനിക്ക് സന്തോഷം നൽകുന്നില്ല എന്ന് പറഞ്ഞു, ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിമിത്തം പറയുകയാണ്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. അത് യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവവേലയിലായിരിക്കുന്നത്, ഒരാളോട് സുവിശേഷം പറയുന്നത്, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമല്ല. രാത്രി ദൂത് മനസ്സായി വിചാരിക്കുന്നു. പഴയ നിയമത്തിൽ ചോദ്യമായിരുന്നു, ശലോമൻ പറഞ്ഞു, മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അത് വ്യർത്ഥമാണ്, അതുകൊണ്ട് പ്രയോജനമില്ല, നഷ്ടമാണ്, ഒരു ലാഭവുമില്ല എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പൗലോസ് പറയുക, ലാഭകരമായ ഒരു കാര്യമുണ്ട്, ഒരു പ്രയത്നമുണ്ട്. അത് യേശുക്രിസ്തുവിൽ ചെയ്യുന്ന സുവിശേഷത്തിന്റെ പ്രവൃത്തി, യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്നത്, അത് വ്യർത്ഥമല്ല. അത് പ്രയത്നം വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. ഈ ദിവസങ്ങളിൽ ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ചെയ്യുന്ന മറ്റെല്ലാ കാര്യങ്ങളും ഇവിടം കൊണ്ട് തീർന്നു പോകുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വേലയാണ് കർത്താവിന്റെ വേല എന്നുള്ളത്. അതുകൊണ്ട് ആ വേല ചെയ്യുന്നവരെ ലോകം പറയും, ഇവർ മണ്ടന്മാരാണ്, മടയന്മാരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാത്തവരാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നിന്ദിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്ന ഒരു വിലയുണ്ട്, അത് പ്രയത്നം വൃഥാവല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ പറയാൻ സാധിക്കണം, കർത്താവിന് വേണ്ടി ചെയ്യുന്ന വേല
ഞങ്ങൾ രാത്രിയിൽ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതെ ഞങ്ങൾ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന എളിയ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന, ട്രാക്ട് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരു രോഗിയെ കാണാൻ പോയി പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ഏത് ചെറിയ കാര്യവും അത് വിലയുള്ളതാണ്, അത് വ്യർത്ഥമല്ല. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശലോമോന്റെ ചോദ്യം പൗലോസിന്റെ ലേഖനത്തിലൂടെ നമുക്ക് വെളിപ്പെടുവാൻ ഇടത്തന്നല്ലോ. രാത്രി കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ച ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. മറുവില കണ്ടെത്തിയതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ എക്സ്ചേഞ്ച് പവർ, അതെ നമുക്ക് അതിനേക്കാൾ അപ്പുറമായിട്ടൊന്നുമില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം മൂല്യമുള്ള കുവൈറ്റ് ദിനാർ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ ഏകദേശം 300 രൂപയ്ക്ക് അടുത്തുള്ള എക്സ്ചേഞ്ച് വാല്യൂ അതിന് കിട്ടും. ഒരു കുവൈറ്റ് ദിനാർ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും അധികം മൂല്യമുള്ള കുവൈറ്റ് ദിനാറ. എന്നാൽ ഇന്ന് രാത്രി മറ്റൊരു മൂല്യമുള്ള കാര്യമാണ് ദൈവാത്മ വെളിപ്പെടുത്തത്. ഞാൻ രക്തത്തെ തുല്യമായി അതിനെ തുലനം ചെയ്യുവാൻ ഒന്നും തന്നെയില്ല, അതിനെ തുലനം ചെയ്യുവാൻ ഒന്നുമില്ല. നമ്മുടെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നത് ഏറ്റവും വിലയേറിയ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാകുകയാൽ, പിതാവാം ദൈവത്തിന്റെ പുത്രന്റെ രക്തം കൊണ്ടാകുകയാൽ, അതിനേക്കാൾ അപ്പുറം അത് സ്വീകരിച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെ കർത്താവ് വിലയുള്ളവരാക്കി മാറ്റി, മാന്യതയുള്ളവരാക്കി മാറ്റി, അവരെ കർത്താവ് സിംഹാസനത്തിൽ താൻ പോകുന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന്റെ വേലിൽ വർദ്ധിച്ചു തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കരങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ നിരാശയും മാറിയാട്ടെ, എല്ലാ ദുഃഖവും മാറിയാട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറിയാട്ടെ. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അതെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്നാകിയാൽ നമ്മൾ സകല ചിന്താകുലോ അവന്റെ മേൽ ഇട്ടുകൊണ്ട് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമായി കർത്താവ് നമ്മെ ആദരിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറുന്നു. ദിവസങ്ങളിൽ കർത്താവ് പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന, ഇല്ലായ്മ അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി സമൃദ്ധി വരുത്താൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ സമൃദ്ധി അവർക്ക് ഞെരുക്കമുണ്ടാകുമ്പോൾ ദിവസങ്ങളിൽ ഞെരുക്കത്തിരിക്കുന്ന നമ്മുടെ തലമുറകളെ ദൈവം ആദരിക്കാൻ പോകുകയാണ്, സമൃദ്ധി വരുത്താൻ പോകുക. നിന്റെ കണ്ണുകൊണ്ടത് കാണുവാൻ, നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ പോകുക. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിരാശകൾ മാറിയാട്ടെ, എല്ലാ കരങ്ങളും ഉയർത്തപ്പെട്ടാട്ടെ. ഒരു നിമിഷം ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ കർത്താവ് ഒന്നും അറിവില്ലാത്തവരായിരുന്നു, ഞങ്ങളുടെ ജീവിതം നഷ്ടമായിരുന്നു. എന്നാൽ കർത്താവേ, അങ്ങയെ നേടുവാൻ കഴിഞ്ഞത് മുഖാന്തരമായി, അങ്ങയെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് മുഖാന്തരമായി ഞങ്ങളുടെ ജീവിതം ലാഭമാക്കി മാറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വേലയിൽ ഞങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബാക്കിയുള്ളതൊക്കെ ഇവിടെ തീർന്നു പോകുമ്പോൾ ദൈവമേ, നിലനിൽക്കുന്ന ആ ദൈവവേലയുടെ പ്രയത്നത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദിവസം ഞങ്ങളുടെ കഷ്ടതകളെ മാറ്റി ഞങ്ങൾക്ക് സമൃദ്ധി നൽകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ ആദരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനായി ഏതെല്ലാം വിഷയങ്ങളാണോ ഞങ്ങൾ ഭാരപ്പെടുന്നത് അതിനൊക്കെ നീ മറുപടി തന്ന് ഞങ്ങളെ ആദരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനെ ആദരിച്ച ദൈവമേ, ഇസഹാക്കിനെ ആദരിച്ച ദൈവമേ, യാക്കോബിനെ ആദരിച്ച ദൈവമേ, മോശയെ ആദരിച്ച ദൈവമേ, പൗലോസിനെയും പത്രോസിനെ ആദരിച്ച ദൈവമേ, എളിവിടാവുന്ന ഞങ്ങളെയും നീ ആദരിച്ച് ദിവസങ്ങൾ മാനിക്കണമേ. അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥി. ഞങ്ങളുടെ പ്രയത്ന ക്രിസ്തുവിൽ വെറുതാവല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ഇടകളാണ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്കും ഭാഗ്യം നൽകണമേ. കൃപയുടെ മറവിൽ മറയ്ക്കണമേ. വരവിന്റെ പ്രത്യാശ നിറയ്ക്കണമേ. അവിടുത്തെ വരവിനായി ഒരുക്കപ്പെടുവാൻ, ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി സമർപ്പിക്കുക അങ്ങേ നേടുവാനുള്ള വാഞ്ച ഞങ്ങളിൽ നൽകണമേ കർത്താവേ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പാടാം.